നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പിന് മുൻപ് മുഖം മിനുക്കാൻ സർക്കാർ വക പ്രഖ്യാപനങ്ങളുടെ പെരുമഴ. ക്ഷേമ പെൻഷൻ കൂട്ടിയും സർക്കാർ ജീവനക്കാർക്കും വനിതകൾക്കും ആനുകൂല്യങ്ങൾ നൽകിയുമുള്ള പ്രഖ്യാപനത്തിന് പിന്നാലെ അടുത്ത PR. കേരളം അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമായി. ചൈനയിലെ ഒരു പ്രദേശത്തിന് ശേഷം ലോകത്താദ്യമായി ഇങ്ങനെയൊരു നേട്ടം. ദാരിദ്ര്യരേഖ മാറ്റിവരച്ചത് എങ്ങനെ? 64,000 കുടുംബങ്ങളെ അതിദരിദ്രരായി പ്രഖ്യാപിച്ചതിൽ സുതാര്യതയുണ്ടോ? 1000 കോടി മുടക്കി എന്ന അവകാശവാദത്തിലെ വസ്തുതയെന്ത്? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. അല്പസമയം മുമ്പാണ് കേരളത്തെ അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും പങ്കെടുത്ത ചടങ്ങിൽ നടൻ മമ്മൂട്ടിയും ആശംസ നേരാൻ എത്തിയിരുന്നു. മോഹൻലാൽ, കമൽഹാസൻ എന്നിവർ വരുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും അവർ ചടങ്ങിന് എത്തിയതുമില്ല. അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനം, ഈ നേട്ടം കൈവരിക്കുന്ന ലോകത്തെ രണ്ടാമത്തെ പ്രദേശം എന്നാണ് സർക്കാരിന്റെ അവകാശവാദം. വികസനമെന്ന് നമ്മൾ പറയുമ്പോൾ വികസനം ആരുടെ വികസനമാണ്? രാജപാതകളും വലിയ കെട്ടിടങ്ങളും നിർമ്മിക്കുന്നത് കൊണ്ട് മാത്രം നാം വികസിക്കപ്പെടുന്നില്ല. വികസിക്കേണ്ടത് നമ്മുടെ സാമൂഹ്യ ജീവിതമാണ്. സാമൂഹ്യ ജീവിതം വികസിക്കണമെങ്കിൽ ദാരിദ്ര്യം പരിപൂർണമായും തുടച്ചു മാറ്റപ്പെടണം. ദാരിദ്ര്യം പരിപൂർണമായി തുടച്ചു മാറ്റപ്പെട്ട സ്ഥലങ്ങൾ വളരെ അപൂർവമേ ഉള്ളൂ. എൻ്റെ അറിവിലില്ല. കേരളം പലതിനും മാതൃകയായിട്ടുള്ളതാണ്. കേരള ജനത അതിന് എന്നും ആ സംരംഭങ്ങൾക്ക് പിന്നിലുണ്ടായിട്ടുണ്ട്. ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്തു എന്നല്ല സർക്കാർ പറയുന്നത്. അതിദരിദ്രരെ കണ്ടെത്തി അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. 5 വർഷം നീണ്ട ഒരു എഫർട്ടാണ് ഇത് എന്നുള്ള കാര്യവും സർക്കാർ അവകാശവാദമായി ഉന്നയിക്കുകയാണ്. പിണറായി സർക്കാർ, രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റ സമയം മുതൽ തുടങ്ങിയ ഒന്നാണ്. 64,000 കുടുംബങ്ങളെ ആണ് സമൂഹത്തിൽ അദൃശ്യരായി നിന്നവർ എന്ന വിശേഷണമാണ് ഇതിന് തദ്ദേശ ഭരണമന്ത്രി കഴിഞ്ഞ ദിവസം നൽകിയത്. ഇവരെ കണ്ടെത്തുകയും അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാനുമുള്ള ശ്രമം നടന്നു. അതിൽ വിജയിച്ചു എന്നാണ് സർക്കാരിന്റെ അവകാശവാദം. അങ്ങനെ അതിദരിദ്രർ ഇല്ലാത്ത ഒരു സംസ്ഥാനമായി കേരളം മാറി. ഇതിന് പലതരത്തിലുള്ള മാനദണ്ഡങ്ങൾ സർക്കാർ നിശ്ചയിച്ചിരുന്നു. ഇത് 2021 തന്നെ നിശ്ചയിച്ചതാണ്. അതുപ്രകാരമാണ് ഇവരെ കണ്ടെത്തിയതും അവർക്ക് ആവശ്യമായ ഭക്ഷണം, പാർപ്പിടം, ആരോഗ്യ സേവനങ്ങൾ ഇവ നൽകിയതും. ഇതാണ് സർക്കാരിന്റെ അവകാശവാദം. എന്തായാലും ഇതിനെതിരെ രൂക്ഷമായ വിമർശനവുമായി പ്രതിപക്ഷം രംഗത്തെത്തിയിട്ടുണ്ട്. ഇന്ന് പ്രതിപക്ഷം നിയമസഭ ബഹിഷ്കരിക്കുകയും ചെയ്തു. VD സതീശന്റെ വാക്കുകൾ കൂടി കേൾക്കാം. പ്രത്യേക നിയമസഭാ സമ്മേളനം ഇന്ന് വിളിച്ചു കൂട്ടിയതാണ്. അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ സമ്മേളനമാണ് പ്രതിപക്ഷം ബഹിഷ്കരിച്ചത്. അതിനുശേഷമാണ് പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യത്തെക്കുറിച്ച് പ്രതിപക്ഷത്തിന്റെ നിലപാട് അറിയിച്ചത്. എല്ലാ പത്രങ്ങളിലും പരസ്യം വന്ന ഒരു കാര്യം, റൂൾ 300 സ്റ്റേറ്റ്മെന്റ് മുഖ്യമന്ത്രിക്ക് അവതരിപ്പിക്കാൻ വേണ്ടി ചട്ടങ്ങൾ ലംഘിച്ച് ഒരു സഭാ സമ്മേളനം കൂടിയാണ്. എന്ത് പ്രസക്തിയാണ് സാറുള്ളത്? മാത്രമല്ല, കേരളം അതീവ ദരിദ്രരഹിത സംസ്ഥാനമാണെന്നുള്ള ശുദ്ധ തട്ടിപ്പാണ് മുഖ്യമന്ത്രി റൂൾ 300 സ്റ്റേറ്റ്മെന്റിലൂടെ കൊടുക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അതിനോട് കൂട്ടുനിൽക്കാൻ ഞങ്ങളില്ല. ഈ സഭയെ അവഹേളിച്ചുകൊണ്ടാണ് ഇന്ന് ഈ റൂൾ 300 രാവിലെ പത്രത്തിൽ വന്ന പരസ്യം മുഖ്യമന്ത്രി റൂൾ 300 വായിക്കുന്നതിൽ എന്ത് പ്രസക്തിയാണ്? ഞങ്ങൾ അതുകൊണ്ട് ഈ സഭാ നടപടികൾ പൂർണ്ണമായി ബഹിഷ്കരിക്കുന്നു. ദാരിദ്ര്യരേഖ മാറ്റിവരച്ചത് ഏത് മാനദണ്ഡ പ്രകാരമാണ്? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുകയാണ്. സാമ്പത്തിക വിദഗ്ധ ശ്രീമതി മേരി ജോർജ്, സാമ്പത്തിക വിദഗ്ധനായ പ്രൊഫസർ എസ് മോഹനകുമാർ, അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ, ഇടത് സഹയാത്രികൻ, BJP നേതാവ് ശ്രീ ഉല്ലാസ് ബാബു എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീമതി മേരി ജോർജ്, ഇന്ന് സർക്കാരിന്റെ അവകാശവാദം പൂർണ്ണമായിരിക്കുകയാണ്. അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമായി കേരളം മാറിയിരിക്കുകയാണ്. ഇത് സംസ്ഥാനത്തിന്റെ ഒരു നേട്ടമായിട്ട് പറയുമ്പോഴും എങ്ങനെയാണ് ഇതിനെതിരെ വിമർശനമുണ്ടാകുന്നത്? മഞ്ജുഷ്, അതായത് നമ്മുടെ ഈ 21-ാം നൂറ്റാണ്ട് തുടങ്ങിയപ്പോൾ
മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ്, മില്ലേനിയം വികസന ലക്ഷ്യങ്ങൾ 2030 എന്ന് പറഞ്ഞ് യുണൈറ്റഡ് നേഷൻസ് ഒരു 17 ലക്ഷ്യങ്ങൾ കൊണ്ടുവന്ന് പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ രാജ്യങ്ങളും അവ പാലിക്കണമെന്നും ആ 2030 മുൻപ് ആ ലക്ഷ്യങ്ങൾ കൈവരിക്കണമെന്നുമാണ് യുണൈറ്റഡ് നേഷൻ ആവശ്യപ്പെട്ടത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട 1, 2, 3, 4 എന്ന് പറയത്തക്ക രീതിയിലുള്ള ലക്ഷ്യങ്ങളാണ് ഈ അതായത് പട്ടിണി ഇല്ലാതെയാക്കുക, അതുപോലെ പോഷകാഹാര ദാരിദ്ര്യം ഇല്ലാതെയാക്കുക. അപ്പൊ ഈ പോഷകാഹാര ദാരിദ്ര്യം ഇല്ലാതെയാക്കണം, പട്ടിണി ഇല്ലാതെയാക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് ആവശ്യം? നമുക്കറിയാം, മനുഷ്യന്റെ പ്രാഥമിക ആവശ്യങ്ങൾ എന്ന് പറയുന്നത് ആഹാരം, വസ്ത്രം, പാർപ്പിടം എന്നുള്ളതാണ്. ഈ 3 ആവശ്യങ്ങളും നിറവേറ്റണമെന്നുണ്ടെങ്കിൽ വരുമാനവും വേണം. അപ്പൊ ഈ നാലും ഉണ്ടാകണമെങ്കിൽ, വരുമാനം ഉണ്ടാകണമെങ്കിൽ തൊഴിലുണ്ടാകണം. തൊഴിലില്ലാത്ത ആർക്കും തന്നെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരായി എന്ന് പറയാൻ ഒക്കില്ല. ഒന്നുകിൽ അവരുടെ വീട്ടിലെ ആർക്കെങ്കിലും തൊഴിൽ. അപ്പൊ ഇങ്ങനെ ഒരു കോണ്ടെക്സ്റ്റില് ഇപ്പൊ നമ്മൾ 2025-26 ആയിരിക്കുകയാണ്. അതുകൊണ്ട് യുണൈറ്റഡ് നേഷൻസിന്റെ ഈ ലക്ഷ്യങ്ങളിലേക്ക് എവിടം വരെ എത്തി ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾ എന്ന ചോദ്യം ഉയർന്നപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് ആണ് നാഷണൽ സാമ്പിൾ സർവേ, നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ അവരെ വെച്ചിട്ടാണ് ഇതുപോലെ ഒരു സർവേ നടത്തുന്നത്, ഒരു ഓൾ ഇന്ത്യ സർവേ. ആ ഓൾ ഇന്ത്യ സർവേ നടത്തിയപ്പോൾ അതിന്റെ കണ്ടെത്തലാണ്, അതായത് അതിദരിദ്ര വിഭാഗത്തെ ഏറ്റവും കുറച്ചുള്ള സംസ്ഥാനമായി കണ്ടെത്തിയത് കേരളമാണ്. 0.71, അതായത് 0.71% ആണ് 2021 ആ പഠനം അനുസരിച്ച് കേരളത്തിലെ അതിദരിദ്രർ ആയിട്ടുള്ളത്. അപ്പൊ ഈ കണക്ക് കിട്ടിയത് തുടങ്ങിയാണ് എങ്കിൽ നമ്മുടെ ഭരണം തീരുന്നതിന് മുൻപേ ഈ അതിദാരിദ്ര്യം കൂടി ഇല്ലാതെയാക്കി നമുക്കൊരു ക്രെഡിറ്റ് എടുത്തു കളയാം, നമുക്കൊരു നവയുഗ പിറവി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അങ്ങനെ പറഞ്ഞു തുടങ്ങിയപ്പോൾ ആദ്യമേ നമ്മൾ വിചാരിക്കണം, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തന്നെ ഇക്കാര്യത്തിൽ ഒരുപാട്, അതായത് വസ്തുനിഷ്ഠമായ പഠനമല്ല ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് വേണ്ടി നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ നടത്തിയിരിക്കുന്നത്. അങ്ങനെ നടത്തിയിരുന്നെങ്കിൽ കേരളത്തിലെ ദാരിദ്ര്യം 0.71 എന്ന് കണ്ടെത്തുകയില്ല. അതിനേക്കാൾ വളരെ ഉയർന്ന തോതിൽ അത് നിൽക്കുമായിരുന്നു. ഇതിൽ ദാരിദ്ര്യവും അതിദാരിദ്ര്യവും തമ്മിലുള്ള വ്യത്യാസമുണ്ടല്ലോ ശ്രീമതി മേരി ജോർജ്. ഇതിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യം ഇതിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നത് ദാരിദ്ര്യവും അതിദാരിദ്ര്യവും തമ്മിലുള്ള വ്യത്യാസമാണല്ലോ. കയ്യടി മേടിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അതുവഴി ഉരുത്തിരിഞ്ഞു വരുന്നുവെന്ന് കേരളത്തിന് മനസ്സിലായി. അങ്ങനെ 2021 മുതൽ കേരളം ഇത് എങ്ങനെ ഈ കണക്കുകളൊക്കെ കൊണ്ടുവന്ന് എങ്ങനെയാണ് നമുക്ക് ഇതിനെ അതിജീവിച്ച് മനുഷ്യരെ വിശ്വസിപ്പിച്ച് കൊണ്ടുവരാൻ പറ്റും, അതായത് അതിദാരിദ്ര്യം ഇല്ലാതെയാക്കി എന്ന ക്ലെയിം, ഒരു നവഭാരതം കെട്ടിപ്പടുക്കുന്നു എന്ന ഒരു ക്ലെയിം കൊണ്ടുവരാൻ പറ്റും. വളരെ പ്രധാനപ്പെട്ട വോട്ടേഴ്സിനെ വശീകരിക്കാൻ സാധിക്കുന്ന ഒരു പ്രഖ്യാപനം എങ്ങനെ നടത്താൻ പറ്റും, ആ അന്വേഷണത്തിന്റെ വേണ്ടിയുള്ള ആ ഒരു പ്രഹേളിക ഇന്ന് നമ്മുടെ പ്രതിപക്ഷ നേതാവിന്റെ സംസാരത്തിൽ നിന്ന് നമുക്ക് വളരെ ക്ലിയർ ആണ്. അതായത് ശ്രീമതി മേരി ജോർജ്, താങ്കൾക്ക് കേൾക്കുന്നില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ താങ്കളിലേക്ക് വരാം. ഒരു ചോദ്യമുണ്ടായിരുന്നു അതിനിടയ്ക്ക്. ശ്രീ എസ് മോഹനകുമാർ, ഇതൊരു തട്ടിപ്പ് സംഭവമല്ലേ? അതിദാരിദ്ര്യ നിർമ്മാർജ്ജന സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ അതിദരിദ്രരെ കണ്ടെത്തിയിരിക്കുന്നത്? ഇതൊരു നേരത്തെ ഒരു ദാരിദ്ര്യരേഖ എന്നൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു, അതും കഴിഞ്ഞ് ഈ അതിദാരിദ്ര്യരേഖ എന്നൊക്കെ പറഞ്ഞുള്ള ഇത് ഏത് മാനദണ്ഡ പ്രകാരമാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്? ഈ 64,000 കുടുംബങ്ങളെ കണ്ടെത്തുന്നു, അവർക്ക് ഭക്ഷണം, പാർപ്പിടം, വരുമാനം എന്നിവ ഉറപ്പാക്കുന്നു. ഇതൊക്കെ സർക്കാർ തന്നെ തീരുമാനിക്കുന്നു, പ്രഖ്യാപിക്കുന്നു എന്നേ കണക്കാക്കാൻ കഴിയുകയുള്ളൂ. കേൾക്കുന്നില്ല, ഒന്ന് അൺമ്യൂട്ട് ചെയ്യണേ. നോക്കൂ, ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്ന 64,006 കുടുംബങ്ങൾ, അത് അല്ലെങ്കിൽ 1,03,000 വ്യക്തികൾ. ഇതാണ് 2021 ജൂലൈ മാസത്തിൽ കേരള സർക്കാർ ഇങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന, അവർ ശേഖരിച്ചിരുന്ന കണക്ക്.
ഈ കണക്ക് ശാസ്ത്രീയമായി ശേഖരിച്ചതാണ്. എങ്ങനെയാണ് ശാസ്ത്രീയമായി ശേഖരിച്ചു എന്ന് ചോദിച്ചാൽ, ഓരോ തദ്ദേശ ഭരണ സ്ഥാപനവും, ഇത് ഇന്ത്യയിൽ ഇതുവരെ ഇങ്ങനെയുള്ള ഒരു വിവരശേഖരണം നടത്തിയിട്ടില്ല. ഓരോ തദ്ദേശ ഭരണ സ്ഥാപനവും ഓരോ വാർഡ് മെമ്പറുടെ കീഴിൽ അവിടുത്തെ ഉദ്യോഗസ്ഥരും ചേർന്ന് അവിടുത്തെ അംഗൻവാടി അംഗൻവാടി വർക്കേഴ്സും എല്ലാവരും കൂടെ ചേരുന്ന ഒരു സന്നദ്ധ ഗ്രൂപ്പ് ഓരോ ഗ്രാമത്തിൽ, ഓരോ വാർഡിലെയും തദ്ദേശ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ മുനിസിപ്പാലിറ്റി വാർഡുകളിലെ, കോർപ്പറേഷൻ വാർഡുകളിലെ എത്ര അതിദരിദ്രരുണ്ടെന്ന് കണ്ടെത്തി. അതിദരിദ്രര് എന്ന് പറയുന്നത് നിർവഹിച്ചത് കിടക്കാൻ പാർപ്പിടമില്ലാത്തവർ, അത്തരത്തിലുള്ള ഏതെങ്കിലും തരം ക്ലേശ ഘടകങ്ങൾ, 4 ക്ലേശ ഘടകങ്ങൾ എടുത്തു. കിടക്കാൻ പാർപ്പിടമില്ലാത്തവർ, ഇനി കിടക്കാൻ പാർപ്പിടമുണ്ട് പക്ഷേ ഒരു തരത്തിലുള്ള വരുമാനവുമില്ല, അവർക്ക് വരുമാനം തീരെ ഇല്ലാതെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവർ, ഇനി ഭക്ഷണവും വരുമാനവും പാർപ്പിടവും ഇല്ലാതെ ഉള്ള ആളുകൾ, ഭക്ഷണം ഇല്ലാത്ത ആളുകൾ, ഇനി നിത്യ രോഗികൾ. ഇങ്ങനെ ആരോഗ്യം, പാർപ്പിടം, വരുമാനം, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട 3 ഘടകങ്ങളും അവരെ എടുത്തതിന് ശേഷം ഈ ആരോഗ്യം, പാർപ്പിടം, വരുമാനം, ഈ ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള ഘടകങ്ങൾ ഇല്ലാത്ത ഈ ക്ലേശ ഘടകങ്ങൾ അനുഭവിക്കുന്ന കുടുംബങ്ങളെ കണ്ടെത്തി. അത് ഒരു വാർഡിൽ 10 കുടുംബങ്ങൾ ഉണ്ടായിരുന്നു, ചിലപ്പോൾ 20 കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. ഈ കുടുംബങ്ങളെ നേരിട്ട് ഗ്രാമസഭയിൽ കൊണ്ടുപോയി ചർച്ച ചെയ്തു. ഇത്തരത്തിലാണ് ഇങ്ങനെ ക്ലേശ ഘടകങ്ങൾ ഉള്ള കുടുംബങ്ങൾ, 15 കുടുംബങ്ങൾ അല്ലെങ്കിൽ 20 കുടുംബങ്ങൾക്ക് വീടില്ലാത്തവരുണ്ട്, ഭക്ഷണമില്ലാത്തവരുണ്ട്, അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരുണ്ട്, ഇങ്ങനെ തീരെ വരുമാനമില്ലാത്തവരുണ്ട്. ഇങ്ങനെ 4 ഘടകങ്ങളെ എടുത്തിട്ട് ഇവരെ ഗ്രാമസഭയിൽ ചർച്ച ചെയ്ത് ഗ്രാമസഭയിൽ നിന്ന് 20 വരെ കണ്ടെത്തിയാൽ ആ ഗ്രാമസഭയുടെ പൊതു ചർച്ചയുടെ ഭാഗമായി അതിൽ നിന്ന് 10 പേർക്ക് അവരുടെ കുട്ടികൾക്കും അവരുടെ ബന്ധുക്കൾക്കും ഒക്കെ സാമ്പത്തിക ശേഷിയുണ്ട്, ഇവരെ സംരക്ഷിക്കാൻ കഴിയും. അതും ഇല്ലാത്ത ആളുകളെയാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തി 64,006 കുടുംബങ്ങളെന്ന് കണ്ടെത്തിയത്. അപ്പോൾ ഇനിയിപ്പോൾ ഈ ക്ലേശ ഘടകങ്ങൾ ഉള്ള ആളുകൾ കേരളത്തിൽ ഇല്ല, അല്ലെങ്കിൽ ക്ലേശ ഘടകങ്ങളെക്കാൾ കൂടിയതാണല്ലോ ഈ അതിക്ലേശ ഘടകങ്ങൾ, അല്ലേ? ആ കാറ്റഗറിയിലുള്ള ആരും ഇല്ല എന്നാണ് അതിദാരിദ്ര്യം എന്ന് പറയുന്നത്. കാരണം ഈ ആളുകളുടെ പ്രശ്നം, ഇവർക്ക് ചിലപ്പോൾ റേഷൻ കാർഡ് ഉണ്ടാവില്ല, ആധാർ കാർഡ് ഉണ്ടാവില്ല, അങ്ങനെയുള്ള മറ്റു സഹായങ്ങളൊന്നും ഉണ്ടാവില്ല. വീടില്ലാത്ത ഒരാളിന് ഒരുപക്ഷെ ആധാർ കാർഡ് ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ അയാൾക്ക് വീട്ടു നമ്പർ ഉണ്ടാവണമെന്നില്ല, റേഷൻ കാർഡ് ഉണ്ടാവണമെന്നില്ല. ഇവരെ കണ്ടെത്തി. അതിൽ നിന്നാണ് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞു, അതിൽ നിന്ന് 23 ആളുകൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരാണ്, അവരെ തിരിച്ച് ട്രേസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ 59,000 ആളുകൾക്കാണ് അതിദരിദ്ര വിഭാഗത്തിൽ നിന്ന് അവരെ വിടുതൽ പ്രഖ്യാപിച്ചെടുത്തിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ കണ്ടെത്തിയ ഒരു പ്രക്രിയയാണ് ഇത്. ഒരു ദിവസം കൊണ്ട് പ്രഖ്യാപിച്ചതല്ല. 2024 ആദ്യത്തെ 47% ആളുകളെ പ്രഖ്യാപിച്ചു. 64 കുടുംബങ്ങളിൽ 30,000 കുടുംബങ്ങൾ, 47% വരുന്ന കുടുംബങ്ങൾ ആദ്യം ദാരിദ്ര്യമുക്തരായി എന്ന് ഇനി എന്താണ് ഇവർക്ക് വേണ്ടി ചെയ്തത്? ഇവരുടെ ഓരോ കുടുംബത്തിനും വേണ്ടി 64 ദാരിദ്ര്യമുക്തി എന്ന് പറയുമ്പോൾ സാങ്കേതികമായിട്ട് തെറ്റുണ്ടല്ലോ, അല്ലേ? ദാരിദ്ര്യമുക്തി എന്ന് പറയുമ്പോൾ കേരളത്തിൽ ദരിദ്രരേ ഇല്ല എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് വരും. അങ്ങനെ നിങ്ങളും അവകാശപ്പെടുന്നില്ലല്ലോ. ഇല്ല, ദാരിദ്ര്യ മുക്തിയല്ല, അതിദാരിദ്ര്യ മുക്തിയാണ്. അവിടെ അത് വ്യക്തമാക്കേണ്ടതുണ്ട്. എന്നിട്ട് ഈ 64,006 കുടുംബങ്ങൾക്ക് വേണ്ടി, ഓരോ കുടുംബത്തിനും വേണ്ടി ഒരു മൈക്രോ പ്ലാൻ ഉണ്ടാക്കി. മൈക്രോ പ്ലാൻ എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തിക്ക് ഡയബറ്റീസ് രോഗം വന്ന് അയാളെ കാല് നഷ്ടപ്പെട്ടു, മുറിച്ചു മാറ്റി, പക്ഷെ അയാൾക്ക് വീടുണ്ട്, അയാൾക്ക് വരുമാനമൊന്നുമില്ല. വരുമാനം കണ്ടെത്തി കൊടുക്കുന്നതിന് പഞ്ചായത്ത് ആശ്രയ പദ്ധതിയുടെ കീഴിലോ അല്ലെങ്കിൽ അവരുടെ പദ്ധതിയുടെ കീഴിലോ ഒരു മൈക്രോ പ്ലാൻ ഉണ്ടാക്കി അയാൾക്ക് ലോട്ടറി വിറ്റ് ജീവിക്കാൻ പറ്റുന്ന ഒരു വാഹനം, 2ചക്ര വാഹനം, അതിന്റെ സൗകര്യങ്ങളോടെ വാങ്ങിക്കൊടുത്ത് അയാൾക്ക് വരുമാനം ഉണ്ടാക്കുന്ന ഉറപ്പുവരുത്തി. മറ്റൊരാൾക്കാണെങ്കിൽ അയാൾ കിടപ്പ് രോഗിയാണ്, ഭക്ഷണമില്ല. കിടപ്പ് രോഗിയാണെങ്കിൽ ആ വീട്ടിൽ ഭക്ഷണം എത്തിച്ചു കൊടുക്കാനും അവരെ ചികിത്സിക്കാനുമുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി. അതാണ് മൈക്രോ പ്ലാൻ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള 64,006 മൈക്രോ പ്ലാൻ ഉണ്ടാക്കിയിട്ടാണ് 2024 47% പേരെ, 47% കുടുംബങ്ങളെ, അതായത് 30,000 കുടുംബങ്ങളെ ഇതിൽ നിന്ന് വിമുക്തരായി പ്രഖ്യാപിക്കുകയും അവരെ കണ്ടിന്യൂസ് തുടർച്ചയായി മോണിറ്റർ ചെയ്യുകയും ചെയ്തു. ശേഷിക്കുന്ന കുടുംബങ്ങളെ 2024 ഡിസംബറോടുകൂടി മറ്റു കുറെ കുടുംബങ്ങളെ കൊണ്ടുവന്നു. അങ്ങനെയാണ് 2025
നവംബർ 1-ാം തീയതിക്ക് മുമ്പായിട്ട് ഈ കണ്ടെത്തിയ എല്ലാ കുടുംബങ്ങളും ദാരിദ്ര്യമുക്തി നേടി എന്ന് ശരി ശരി ശ്രീ എസ് മോഹനകുമാർ, ഇതാണ് അവകാശവാദമായിട്ട് വരുന്നത്. ശ്രീ ഉല്ലാസ് ബാബു, ഇന്നലെ തദ്ദേശ ഭരണ മന്ത്രിയും പറയുന്നുണ്ടായിരുന്നു ഇത് ഒറ്റ ദിവസം കൊണ്ട് പ്രഖ്യാപിച്ചതല്ല. 2021 രണ്ടാം പിണറായി സർക്കാർ അധികാരം ഏറ്റെടുത്ത് ഉടൻ തന്നെയുള്ള പ്രഖ്യാപനമായിരുന്നു. അത് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ ഒരു പ്രഖ്യാപനം കൂടിയായിരുന്നു. അങ്ങനെ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങളാരും ഇത് കാണാത്തത് ഞങ്ങളുടെ കുഴപ്പമാണോ എന്ന് അദ്ദേഹം ചോദിക്കുകയായിരുന്നു. ഇപ്പോൾ അവസാനം ഈ 0-ലേക്ക് അതിദരിദ്രരുടെ എണ്ണം എത്തിയപ്പോൾ ഞങ്ങളിത് പ്രഖ്യാപിക്കുന്നു, സർക്കാർ ഇത് പ്രഖ്യാപിക്കുന്നു, അപ്പോൾ എതിർപ്പുമായിട്ട് വരുന്നു. ഇതിനെന്തർത്ഥമെന്നാണ് തദ്ദേശ ഭരണ മന്ത്രി ചോദിക്കുന്നത്. ശ്രീ ഉല്ലാസ് ബാബു, ഇവിടെ എസ് മോഹനകുമാർ അതിന്റെ ക്രൈറ്റീരിയ വിശദീകരിച്ചു. മോഹനകുമാറിന് അത് പരിപൂർണമായിട്ട് വിശദീകരിക്കാനുള്ള എല്ലാ അധികാരവും അവകാശവും നമ്മുടെ കേരളത്തിലുണ്ട്, സംശയമില്ല. പക്ഷേ അദ്ദേഹം നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അദ്ദേഹത്തിന് പറയാൻ സാധിക്കില്ല അതിദരിദ്രർ പരിപൂർണമായിട്ട് ഇല്ലാതായി കേരളത്തിലെന്ന്. ദാരിദ്ര്യവും അതിദാരിദ്ര്യവും അങ്ങനെയാണ് ഇവരുടെ തന്നെ കണക്കുകളുണ്ടല്ലോ. എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ നോക്കൂ, ഇതിനൊക്കെ ഈ കണക്കുകൾ നിശ്ചയിക്കുമ്പോൾ ബഹുമാനപ്പെട്ട 2 സാമ്പത്തിക വിദഗ്ധരുണ്ട്, മേരി മാഡം ഉണ്ട്, ഇദ്ദേഹവുമുണ്ട്. ഇവർക്ക് 2 പേർക്കും ഇത് അറിയാത്തവരല്ലല്ലോ. 2 പേര് ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് രാഷ്ട്രീയക്കാരേക്കാൾ കൂടുതൽ പഠിക്കുന്ന ആളുകളാണ്. ഇതിന് പ്രോട്ടോക്കോളില്ലേ? ഇവരുടെ സിസ്റ്റം എന്തായിരുന്നു? ഇവർ നേരിട്ട് പോയി, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞവരെ നേരിട്ട് പോയി സഭകൾ വിളിച്ചു, 20 പേരെ തിരഞ്ഞെടുത്തു. ഇതൊക്കെ പരിപൂർണമായി തെറ്റാണെന്ന് ഇവരുടെ കണക്കുകളൊന്ന് കൃത്യമായി നിങ്ങൾ പരിശോധിക്കുക. 64,008 ഇവരുടെ കണക്കാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, അന്ത്യോദയ പ്രകാരമുള്ള AY മഞ്ഞക്കാടുള്ള 6 ലക്ഷം കുടുംബങ്ങളുണ്ടെന്നേ. ഇത് കൃത്യമായിട്ട് സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ എങ്ങനെയാണ് ഈ ലിസ്റ്റ് ചെയ്തത്? ഈ ലിസ്റ്റ് ചെയ്തത് ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ ലിസ്റ്റ് അടിസ്ഥാനത്തിൽ അതിദാരിദ്ര്യത്തിൽ വന്നപ്പോൾ നമ്മുടെ കേരള നിയമസഭയിൽ പോലും മമ്മിക്കുട്ടി MLA ചോദിച്ച ചോദ്യത്തിന് GR അനിൽ പറഞ്ഞ മറുപടി തന്നെയാണത്. 6 ലക്ഷത്തോളം കാർഡ്, 5,91,000 കാർഡുണ്ട്. ആശ്രയ പദ്ധതി ഉണ്ടായിരുന്നില്ല, എന്താ സാർ അതിനെക്കുറിച്ച് പറയാഞ്ഞത്? 1.5 ലക്ഷം പേരുണ്ട് ആശ്രയ പദ്ധതി പ്രകാരം. അത് നിർത്തലാക്കിയോ നിങ്ങൾ? അത് നിർത്തലാക്കിയത് എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു? അല്ലെങ്കിൽ അത് തുടരുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ആരാണ് ആശ്രയ പദ്ധതിയുടെ കീഴിലുണ്ടായിരുന്നത്? അതിദാരിദ്രരായിട്ടുള്ള ആളുകളല്ലേ ആശ്രയ പദ്ധതിയിലുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ അവർക്ക് സൗകര്യം കൊടുക്കുന്നു, അത് 1.5 ലക്ഷം പേർക്ക് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് കണക്കുണ്ടല്ലോ. അപ്പോൾ 1.5 ലക്ഷം ആശ്രയ പദ്ധതി കൊടുക്കുന്നു എന്ന് പറയാം. 5,92,200 പേരെ കാർഡുകൾ, മറ്റേ അതിദാരിദ്ര്യത്തിൻ്റെ കാർഡുകൾ ഉള്ള കുടുംബങ്ങൾ ഉള്ള കേരളത്തിൽ ഇനിയും കാർഡുകളും മറ്റതും ഇല്ലാത്ത നിരവധി ആളുകളുള്ള സ്ഥലത്ത്, ഒപ്പം തന്നെ വനവാസി സമൂഹം 1.5 ലക്ഷത്തിൻ്റെ അടുത്തുള്ള വനവാസി സമൂഹത്തിൽ വെറും 6,400 പേരാണ് ഇവരുടെ ഈ 64,000 പേരിൽ പെട്ടിട്ടുള്ളത്. അതിൽ തന്നെ 22,000-ഓളം പേരുണ്ട് എന്ന് അവകാശപ്പെടുക. അത് കഴിഞ്ഞ് ഇപ്പോൾ 6,400 പേരേ ഉള്ളൂ എന്ന് പെട്ടെന്ന് അവർ മാറ്റി പറയുക. ഇതൊക്കെ പറയുന്ന ഈ കണക്കുകളൊക്കെ എന്തിനു വേണ്ടിയാണ്? അപ്പോൾ അതാണ് കൃത്യമായി പറയുന്നത്. ഒരു PR വർക്കിൻ്റെ ഭാഗമാണ്. ഇത് രാഷ്ട്രീയ താല്പര്യത്തിന്, രാഷ്ട്രീയ ചൂതാട്ടങ്ങൾക്ക് വേണ്ടി പാവപ്പെട്ടവൻ്റെ ജീവിതാവസ്ഥയും ദരിദ്രാവസ്ഥയും ഉപയോഗിക്കുന്നു ഇടതുപക്ഷം എന്ന് പറയപ്പെടുന്നതാണ് ഏറ്റവും വലിയ പ്രയാസം ഇന്ന് നമ്മൾ കേരളത്തിൽ കാണുന്നത്. ഇവിടെ ഒരു ടീം കണ്ടെത്തി. ഇപ്പോൾ രംഗരാജൻ കമ്മിറ്റി പ്രകാരം ഒരു രീതിയുണ്ട്, അല്ലെങ്കിൽ പണ്ട് സുനിൽ ടെണ്ടുൽക്കർ കമ്മിറ്റി ഉണ്ടായിരുന്നു, 93-ലാണ് എൻ്റെ വിശ്വാസം. നോക്കൂ, ഇവിടെയൊക്കെ കുറേ കാര്യങ്ങളും പഠനങ്ങളും പ്രോട്ടോക്കോളുകളും ഉണ്ട്. അതൊന്നും ഇവർ സ്വീകരിച്ചിട്ടില്ല. ഇവർ കിലയിലൊരു തീരുമാനം എടുത്തു, കിലയിലൊരു കമ്മിറ്റി ഉണ്ടാക്കിയ കമ്മിറ്റിയുടെ പഠനം നടത്തി, അവർക്ക് ക്ലാസ് കൊടുത്ത്, അവർക്ക് പരിശീലനം കൊടുത്ത് അവരുണ്ടാക്കിയെടുത്തൊരു തീരുമാനം. ഇതൊക്കെ പ്രഖ്യാപിക്കാമായിരുന്നെങ്കിൽ ഇതൊരു രാഷ്ട്രീയപരമായിട്ടാണ്. ഇത് ആസാമിലും ഗോവയിലും ഒക്കെ മുന്നേ പ്രഖ്യാപിക്കാമായിരുന്നു. പക്ഷെ അവർക്ക് ആ സർക്കാരുകൾക്കൊക്കെ ഇതൊരു ഉത്തരവാദിത്തമാണ്. ഈ സർക്കാരിന് ഇതൊരു PR പണിയാണ്, ഇത് അവർക്കൊരു രാഷ്ട്രീയമാണ്. അതുകൊണ്ടാണ് അവിടെ ഇവിടെ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയപ്പെടുന്നത്. UN സ്റ്റാൻഡേർഡ് വരെ പറയുമ്പോൾ $3 സ്വാഭാവികമായിട്ട്. ഇപ്പോൾ അങ്കോള, ഇത്യോപ്യ, അല്ലെങ്കിൽ മറ്റ് ആഫ്രിക്കൻ കൺട്രീസിലൊക്കെ $3 ഒരു ദിവസം വേണമെന്നാണ് എക്സ്ട്രീം പൂവറിൻ്റെ ഭാഗമായിട്ട് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവരിവിടെ അവകാശപ്പെടുന്ന യൂറോപ്യൻ സ്റ്റാൻഡേർഡ് ഉണ്ടെന്നല്ലേ? അപ്പോൾ യൂറോപ്യൻ സ്റ്റാൻഡേർഡ് ഉണ്ടെന്ന് വികസനത്തിൽ അവകാശപ്പെടുന്നവർ ആഫ്രിക്കൻ സ്റ്റാൻഡേർഡ് മതി ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ ദാരിദ്ര്യത്തിൻ്റെ കാര്യത്തിൽ എന്ന് പറയപ്പെടുന്നിടത്താണ് ഇവരുടെ രാഷ്ട്രീയ തട്ടിപ്പ് നമുക്ക് മനസ്സിലാവുന്നത്. അതായത് എത്ര രൂപ ഈ വരുമാനത്തിന്റെ കാര്യം പറയുമ്പോൾ രൂപ എന്ന് പറയുന്നത് 138 രൂപ അല്ലെ? അങ്ങനെയാണ് ഇന്നലെ മന്ത്രി പറഞ്ഞത്, ദിവസ വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ $3 പോലും ഇല്ല, അതുപോലുമല്ല 138 മന്ത്രി പറഞ്ഞ കാര്യം. എത്യോപ്യ പോലെയുള്ള, അങ്കോള പോലെയുള്ള, നോക്കൂ, എത്യോപ്യ പോലെയുള്ള, അങ്കോള പോലെയുള്ള, സുഡാൻ പോലെയുള്ള, അല്ലെങ്കിൽ ആഫ്രിക്കൻ മറ്റ് സൊമാലിയ പോലെയുള്ള കൺട്രികളിൽ പോലും $3 UN പറയുന്ന കാര്യങ്ങൾ. ഒരു സംശയം വേണ്ട, $3 നിങ്ങൾക്ക് പരിശോധിക്കാം ഞാൻ പറയുന്നത് തെറ്റുണ്ടെങ്കിൽ. അതുപോലും ഇവിടെ ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ അതുപോലും ഇവിടെ തീരുമാനിക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഈ മൾട്ടി ഡൈമെൻഷണൽ ആണ് ഒരു പോവർട്ടി തീരുമാനിക്കപ്പെടുന്നതിൽ, അല്ലെങ്കിൽ അതിദാരിദ്ര്യം ഒക്കെ തീരുമാനിക്കപ്പെടുന്നതിൽ ഒരുപാട് കാര്യങ്ങൾ എടുക്കും, ഒരുപാട് പില്ലേഴ്സ് ഉണ്ട് അതിനകത്ത്. ഇപ്പോൾ ഇവരെടുക്കുന്ന 4 കാര്യങ്ങളാണ്: അന്നമുണ്ട്,
വെള്ളമുണ്ട്, അന്നം, പാർപ്പിടം, ഈ കാര്യങ്ങളൊക്കെ എടുക്കുന്നു. ഇതിനകത്ത് വേറെ കുറേ കാര്യങ്ങളുണ്ട്. ഇവരുടെ 4 കാര്യങ്ങൾ മാത്രം അതൊന്ന് സെലക്ട് ചെയ്തെടുത്തുകൊണ്ടാണ് ഇവരുടെ രാഷ്ട്രീയ ഗിമ്മിക്ക് നടക്കുന്നത്. ആ രാഷ്ട്രീയ ഗിമ്മിക്കിലും കൃത്യമായിട്ട് ഇടപെടില്ല. ഇപ്പോൾ തൊഴിലിനകത്ത് കൃത്യമായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലുകളുണ്ട്, മറ്റേ തൊഴിലുറപ്പ് പദ്ധതിയുണ്ട്. അന്നത്തിൽ കൃത്യമായിട്ട് AY എന്ന് പറയപ്പെടുന്ന ഫ്രീ റേഷൻ സംവിധാനം കൃത്യമായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ടെന്നേ. അതേപോലെ തന്നെയാണ് ഇവരുടെ വെള്ളത്തിൻ്റെ കാര്യത്തിൽ ജലജീവൻ, അതേപോലെ തൊഴിൽ, അതേപോലെ പാർപ്പിടം, PM ആവാസ് യോജന കേന്ദ്രത്തിൻ്റെ വിഹിതം കൃത്യമായിട്ട് ഉണ്ട്, വെള്ളത്തിൻ്റെ വിഹിതവും ഉണ്ട്, മരുന്ന്, അതുപോലെ കൃത്യമായിട്ട് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ, ജനൌഷധിയുണ്ട്, ആയുഷ്മാൻ ഭാരതമുണ്ട്. 70 വയസ്സ് കഴിഞ്ഞ അമ്മമാർക്കും അച്ഛന്മാർക്കും 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ്, അത് ഇവർ ഒപ്പിടാത്തതുകൊണ്ടാണ് അവർക്ക് കിട്ടാത്തത്. വയോബന്ധൻ, മാതൃബന്ധൻ യോജന പാവപ്പെട്ട അമ്മമാർക്ക്. ആദിവാസി സമൂഹത്തിൽ എത്ര പേർക്ക് പ്രയാസങ്ങളുണ്ടെന്ന് അറിയാമോ ശ്രീ മഞ്ജുഷ്? നിങ്ങൾ കേരളത്തിൽ നിങ്ങളുടെ മാധ്യമ പ്രവർത്തകൻ്റെ രംഗമായി നിങ്ങളുടെ മൈക്കും നിങ്ങളുടെ ക്യാമറയുമായിട്ട് നിങ്ങൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒന്ന് ഇറങ്ങി നോക്കൂ. ഇവർ പറയുന്ന 64,000 എന്ന് പറയപ്പെടുന്ന തൃശ്ശൂരിൻ്റെ വെടിക്കെട്ട് പോലെയുള്ള പടക്ക തട്ടിപ്പാണെന്നുള്ളത് മനസ്സിലാക്കും. ഇവർക്ക് നുണ പറയാനും തട്ടിപ്പ് പറയാനും ഒരു ബുദ്ധിമുട്ടുമില്ല, രാഷ്ട്രീയ ഗിമ്മിക്ക് നടത്താനും ബുദ്ധിമുട്ടില്ല. ഇവർക്കേ പറയാൻ പറ്റുള്ളൂ. ഇനി ഇന്ത്യ മഹാരാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളിൽ കേരളത്തിന് മാത്രമേ ഇതുപോലെയുള്ള നുണക്കണക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഓരോന്നായിട്ട് പുറത്തു വന്നതാണ്. ഇവിടെ മേനി നടിക്കാൻ എന്താണുള്ളത് ഇത്രമാത്രം? ഇത് പ്രതിപക്ഷം അങ്ങനെ പറയണം, ഞങ്ങൾ അതിനൊന്നും എതിരല്ല. കാര്യം ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഭരണകക്ഷി ഞങ്ങൾ അങ്ങനെ ആക്ഷേപിക്കാം. ഇവിടെ ബഹുമാനപ്പെട്ട മേരി ടീച്ചർ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു സർവേ ആണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ അതിദാരിദ്ര്യത്തെ കുറിച്ച് പഠിച്ചത്. ആ സർവേയിലാണ് ഈ 64,006 വീടുകളെ കുറിച്ച് ഒരു സർവേ റിസൾട്ട് പുറത്തു വന്നത്. പിന്നെ ഈ ഗവൺമെന്റിന്റെ മുഖം മിനുക്കിന് വേണ്ടിയുള്ള പരിപാടിയൊന്നും അല്ലല്ലോ ഇത്. ഈ ഗവൺമെന്റ് 2016 അധികാരത്തിൽ വന്നതിന് ശേഷം പല നടപടികൾ, ശ്രീ ഉല്ലാസ് പറഞ്ഞ ശരിയാണ്, കേന്ദ്ര ഗവൺമെന്റ് ഫണ്ടും ഒക്കെ ഉണ്ട്. അതെല്ലാം വേണ്ടി 4.8 ലക്ഷം പേർക്കാണ് ഈ ഗവൺമെന്റ് വീട് നൽകിയിരിക്കുന്നത്. ഈ ദാരിദ്ര്യം പഠിക്കുമ്പോൾ ഇതിനകത്ത് നിരവധി കാര്യങ്ങൾ അടിസ്ഥാനമായിക്കൊണ്ടാണ് പഠിക്കുന്നത്. കേരളത്തിൽ കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരുന്ന ഭൂപരിഷ്കരണം, വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന പുരോഗതി, പൊതുജനാരോഗ്യ മുന്നേറ്റം, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, ജനകീയ ആസൂത്രണം, അതുവഴിയുണ്ടായ അധികാര വികേന്ദ്രീകരണം, സഹകരണ മേഖലയിലുണ്ടായ വളർച്ച, ഭവന നിർമ്മാണം, ഇങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. അപ്പൊ ആരോഗ്യവും അതുപോലെ തന്നെ ഇവരുടെ വീടും അതുപോലെ ആഹാരവും, ഇങ്ങനെ 2-3 കാര്യങ്ങൾ മാത്രമല്ല, സമഗ്രമായ മേഖലയിൽ കേരളത്തിൽ ഉണ്ടായിരിക്കുന്ന കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ടുള്ള പുരോഗതി എല്ലാം പഠിച്ചുകൊണ്ടാണ് കുറെ അധികം ജനങ്ങളെ, പരമാവധിയൊന്നും ഞങ്ങൾ അവകാശപ്പെടുന്നില്ല, അതിദാരിദ്ര്യം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, അതിദാരിദ്ര്യവും ദാരിദ്ര്യവും തമ്മിലുള്ള വ്യത്യാസം. ശരി, എന്റെ വാർഡിലുമുണ്ട്, ഭവനരഹിതരൊക്കെ ഉണ്ടാകാം. പക്ഷേ വളരെയധികം പേരെ, ഈ 64,000 പേരെ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാക്കിയ ലിസ്റ്റിൽ തന്നെ കണ്ടുപിടിക്കുകയും ആ 64,000 കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയ ലിസ്റ്റ് എന്നുള്ളത് പൂർണ്ണമായിട്ടും മനസ്സിലായിട്ടില്ല. ശ്രീമതി മേരി ജോർജ്, അങ്ങനെയാണോ താങ്കൾ ഉദ്ദേശിച്ചത് കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയ പട്ടികയാണെന്ന്? അല്ല, അങ്ങനെ കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയ പട്ടികയാണെന്നല്ല. കേന്ദ്ര സർക്കാർ നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയത് കേരളത്തിൽ 0.71 അതിദരിദ്രരേ ഉള്ളൂ എന്നാണ്. ആ കോൺസെപ്റ്റ്, ആ റിസൾട്ട് കടം വാങ്ങിക്കൊണ്ട് ആ 0.71 ആരാണ് എന്ന് കേരളത്തിൽ കണ്ടെത്താൻ ശ്രമം നടത്തിയിട്ടുണ്ടെന്ന് പോലും എനിക്ക് വിശ്വാസമില്ല. കാരണം അത്ര അവിശ്വസനീയമായ കണക്കുകളാണ് അതിന്റെ പേരിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ മഞ്ജുഷ, ഞാൻ പറയട്ടെ, അങ്ങനെയാണെങ്കിൽ 64,000 കുടുംബങ്ങൾ എന്നുള്ള കണക്ക് അവിശ്വസനീയമെന്നാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും അവിശ്വസനീയമാണ്. ആ കാര്യത്തിൽ ഉല്ലാസ് പറഞ്ഞതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുകയാണ്. അതായത് വയനാട് ജില്ലയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? കേരളത്തിലെ ആദിവാസികളുടെ 42% ജില്ലയാണ്. ആ ജില്ലയുടെ പോപ്പുലേഷന്റെ 33% ആദിവാസികളാണ്. അവിടെ നിന്ന് മണികണ്ഠൻ ഒരു നല്ല, എന്താ പറയുക, ഈ ഇങ്ങനെയുള്ള സംവാദങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന വളരെ മിടുക്കനായ ഒരു ആദിവാസി, നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പുള്ളി ഇന്നലെ പറയുകയായിരുന്നു. അതായത് അവിടുത്തെ ഒറ്റ ഊരുകളിലും, നമ്മളിപ്പോ ഉന്നതി എന്ന പേരൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ, പക്ഷെ ഒറ്റ ഊരുകളിലും ഇങ്ങനെ ഒരു പഠനവുമായി ചെന്നിട്ടില്ല. പിന്നെ ഇവരെങ്ങനെയാ സാറ്റലൈറ്റ് വഴിയാണോ പഠിച്ചു എന്ന് പറയുന്നത്? അങ്ങനെയുള്ള ഊരുകളിലെ, എന്നിട്ട് ആ മണികണ്ഠൻ തന്നെ പറയുകയായിരുന്നു മിനിങ്ങാന്ന്, ഇന്നാണല്ലോ ഇത് ഡിക്ലെയർ ചെയ്യുന്നത്, മിനിങ്ങാന്ന് ഒരു കിറ്റും ഒക്കെ ആയിട്ട് അവരുടെ ഊരിൽ ചെന്നു എന്ന്. അങ്ങനെ അവിടെയുള്ള ഓരോ ഊരിൽ ചെന്നു എന്ന്. അതിരിക്കട്ടെ, അതിനേക്കാൾ ഉപരി വയനാട്ടിൽ ഒരു പഠനവും നടത്തിയിട്ടില്ല. അതായത് യഥാർത്ഥത്തിൽ ഈ പറയപ്പെട്ട ദരിദ്രരേഖയ്ക്ക് അതിദരിദ്രർ ആയിട്ടുള്ളവർ ഇവിടുത്തെ ആദിവാസികളാണ്.
അതായത് ആ ആദിവാസികളുടെ ഇടയിൽ പോയി ഒരു പഠനവും നടത്താതെ അവരെ ഉൾപ്പെടുത്താതെയാണ് ഈ ലിസ്റ്റ് തയ്യാറാക്കിയത്. അത് കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിലും സംസ്ഥാന ഗവൺമെന്റ് ആണെങ്കിലും. പക്ഷേ ആദിവാസി വിഭാഗത്തിൽ നിന്ന് ഏതാണ്ട് 6400 പേരെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണല്ലോ അല്ലേ? അതെ, കേരളത്തിന്റെ പോപ്പുലേഷൻ 3,54,00,000 അതിന്റെ 1.2% ആദിവാസികളാണ്. അതിന്റെ 1.2% എന്ന് പറഞ്ഞാൽ എന്തുമാത്രം ആദിവാസികളുണ്ടെന്ന് നോക്ക്. അതിൽ നിന്നാണ് 5 ലക്ഷത്തോളം അവര് പറഞ്ഞത് എടുത്തിരിക്കുന്നത്. ആ 5 ലക്ഷത്തിൽ നിന്ന്, അതായത് അതിന്റെ ബഹുഭൂരിഭാഗവും പട്ടിണിയിലാണ് എന്ന് പറഞ്ഞാൽ ഈ അന്ത്യോദയ ഇതൊക്കെ കിട്ടുന്നത് കൊണ്ട് അവർക്ക് പട്ടിണി കാണില്ല. പക്ഷെ അത് കിട്ടാത്ത, ഈ പറഞ്ഞതുപോലെ ആധാർ കാർഡ് ഇല്ലാത്ത, യാതൊരു രേഖകളും സ്വന്തമായിട്ടില്ലാത്ത ധാരാളം ആദിവാസികൾ ഉണ്ട്. അപ്പൊ ഈ ഉദാഹരണത്തിന് മഞ്ജുഷ്, ഒറ്റ കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കാം. കഴിഞ്ഞ 2 ആഴ്ച മുൻപ് നിങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്ത ഒരു സ്റ്റോറിയുണ്ട്. അതായത് തിരുനെല്ലി അറിയാമല്ലോ, വടക്കേ വയനാടിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ആദിവാസി കേന്ദ്രമാണ് തിരുനെല്ലി. ആ തിരുനെല്ലിയിലെ ഒരു ട്രൈബൽ ഗേൾസ് സ്കൂള്, അതായത് 127 കുട്ടികൾ 3 മുറികളിലായി രാത്രിയും പകലും കഴിയുന്നു. ഒരു ശൗചാലയം മാത്രമാണ് അവർക്കുള്ളത്. നിങ്ങളെല്ലാം കൊട്ടിക്കൊഴിച്ച ഒരു ന്യൂസാണ്. അപ്പൊ അങ്ങനെയുള്ള ആദിവാസികളുടെ അടുക്കിലേക്ക് ഇങ്ങനെ ഒരു സർവേ ചെന്നില്ലെങ്കിൽ, അവരുടെ ആ പട്ടിണി എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ, എന്ത് തരം പട്ടിണിയാണ്, എന്ത് തരം ചേർത്ത് പിടിക്കലാണ്, അതൊക്കെ കാണുമ്പോഴാണ്. അതാണ് ഉല്ലാസ് പറഞ്ഞതുപോലെ നിങ്ങൾ നിങ്ങളുടെ ക്യാമറയുമായിട്ട് വയനാട് ജില്ലയിൽ പോകണം, ആദിവാസി മേഖലകളിൽ പോകണം. ഞാൻ കൃത്യമായിട്ട് ആദിവാസി ഊരുകളിൽ ചുറ്റിക്കറങ്ങിയിട്ടുണ്ട്. കുടുംബശ്രീയുടെ ഒരു മൈക്രോ എന്റർപ്രൈസുമായിട്ടുള്ള ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രോജക്റ്റിന് വേണ്ടിയിട്ട്. വയനാട് എന്റെ ജില്ലയാണ്, ഞാൻ വടക്കേ വയനാട് ജില്ലക്കാരിയാണ്. ഞാൻ ആ ജില്ല മുഴുവൻ വടക്കേ വയനാടും തെക്കേ വയനാടും ഒക്കെ കറങ്ങി ആദിവാസി ഊരുകൾ കണ്ടതാണ്. അപ്പൊ എനിക്ക് നന്നായിട്ട് അറിയാം അവിടുത്തെ പട്ടിണിയുടെ ആഴം അറിയാവുന്നത് കൊണ്ടാണ് വളരെ ശക്തമായി തന്നെ ഇത് തെറ്റായ പ്രഖ്യാപനമാണ്, ഇതൊരു രാഷ്ട്രീയ ജിമ്മിക്സ് മാത്രമാണ് എന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നത്. അതുപോലെ ഗീതാനന്ദൻ, നമുക്കറിയാം, അതായത് ഗോത്ര മഹാസഭയുടെ മുകളിൽ തലപ്പത്തിരിക്കുന്ന ആളാണ് ഗീതാനന്ദനും CK ജാനുവും ഒക്കെ. ഗീതാനന്ദൻ എന്താ ഇതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്? അവിടെ അതായത് ഈ പഠനത്തില് ആദിവാസി സമൂഹത്തെ ഉൾപ്പെടുത്തിയതായിട്ട് യാതൊരു വിവരവുമില്ല. കാരണം ഇവര് സർവേ നടത്താൻ അങ്ങോട്ടൊന്നും ചെന്നിട്ടില്ല. മണികണ്ഠൻ പറഞ്ഞത് തന്നെയാണ് ഈ പറയപ്പെട്ട ഗീതാനന്ദൻ. ഇതിൽ പരം ഉദാഹരണങ്ങൾ വേണോ? മുഖം മിനുക്കൽ മാത്രമായിരുന്നു ഇതിന് പിന്നിലെ ലക്ഷ്യം. അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ എന്നിട്ട് കൊട്ടിഘോഷിച്ച് ഒരു പരിപാടി സംഘടിപ്പിക്കുക, അതിന് കോടികൾ മുടക്കുക. ഇതാണ് ഇന്ന് തിരുവനന്തപുരത്ത് കണ്ടത്. അല്ല, അങ്ങനെ നമ്മളതിനെ പറഞ്ഞ് ന്യായീകരിക്കണ്ട. കാരണം ടീച്ചർ കാര്യങ്ങൾ പഠിച്ചു പറയുന്നത് എനിക്ക് നല്ലപോലെ ടീച്ചറെ അറിയാം. ടീച്ചറുമായിട്ടൊരു വാഗ്വാദത്തിന് ഞാനില്ല. പക്ഷേ നമ്മള് കുറച്ചുപേരെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തി വരുത്തി എന്ന് പറയുമ്പോൾ പരിപൂർണമായ ഒരു വികസനമല്ല. അങ്ങനെ പരിപൂർണമായിട്ട് അതിദാരിദ്ര്യത്തിൽ നിന്ന് കുറേയേറെ ആളുകളെ കരകയറ്റുന്നത് നല്ല കാര്യമാണ്. പക്ഷെ അതിനെ വിറ്റ് വോട്ടാക്കുന്നുണ്ടല്ലോ, അതാണ് നിങ്ങളിപ്പോൾ സ്വീകരിക്കുന്ന നയം. അത് ഏത് PR-ന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും അത് തെറ്റാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അല്ല, അത് നിങ്ങൾക്ക് ഞാൻ തുടക്കത്തിലെ പറഞ്ഞല്ലോ, പ്രതിപക്ഷ കക്ഷികൾക്ക് ഭരണകക്ഷി എന്ത് ചെയ്താലും അത് വോട്ടിന് വേണ്ടിയുള്ള രീതിയായിട്ട് കാണും. വിശേഷിച്ച് തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന സമയത്ത് ഞങ്ങൾ എന്ത് ചെയ്യാനും അങ്ങനെ കാണും. ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, 2024 ഈ 64,000-ൽ 32,000-ഓളം പേരെ അതിദാരിദ്ര്യമുക്ത മേഖലയായിട്ട് പ്രഖ്യാപിച്ചു. അന്ന് ഇവിടെ ആരും ചർച്ചയ്ക്ക് വരാഞ്ഞ കാര്യം എന്താ? അന്ന് തെരഞ്ഞെടുപ്പില്ലായിരുന്നു. ഇപ്പോൾ ഈ 64,000 പേര് പ്രഖ്യാപിക്കുമ്പോഴാണ് ചർച്ച. ഇപ്പോഴും ഞങ്ങൾ പറഞ്ഞല്ലേ, ബഹുമാനപ്പെട്ട ടീച്ചർ പറഞ്ഞതുപോലെ കേരളത്തിലെ 5 ലക്ഷം വരുന്ന 4 ലക്ഷം ജില്ലാനും വരുന്ന ആദിവാസികളുണ്ട്. ഈ ആദിവാസികളെല്ലാം അതിദാരിദ്ര്യമുക്തമെന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടില്ല. അങ്ങനെയാണ് കേരളം മുഴുവൻ പറയുമ്പോൾ അതിൽ ആദിവാസി വിഭാഗം ഇല്ല എന്നാണോ? അതെങ്ങനെ ശരിയാവും? അല്ല, അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങൾ പറഞ്ഞത് ഈ 64,006 പേരുടെ കാര്യമാണ്. അത് കൃത്യമായിട്ട് പറയാം. അതൊരു ഡാഷ്ബോർഡ് പോലെയുണ്ട്. അവിടെ എന്റെ കണ്ണ് നിറഞ്ഞു പോയി എന്ന് MP രാജേഷ് പറഞ്ഞതാണ്. ആ ഡാഷ്ബോർഡിൽ ഒന്നിൽ നിന്ന് അവസാനത്തെ അതിദാരിദ്ര്യം അനുഭവിക്കുന്ന ആളെയും അതിൽ നിന്ന് കരകയറ്റിയ ശേഷം അദ്ദേഹത്തിന്റെ ഈ തദ്ദേശ ഭരണ വകുപ്പിന്റെ ആ ഡാഷ്ബോർഡിൽ 1 എന്നുള്ളത് മാറി 0 തെളിഞ്ഞപ്പോൾ അവിടെ വലിയ കയ്യടി ആയിരുന്നു എന്നാണ്. കാരണം ഒരു വലിയ ഉദ്യമം വിജയിച്ചതിന്റെ. പിന്നെ നിങ്ങൾ പറയരുത് ആദിവാസി ജനവിഭാഗങ്ങൾ അവിടെ അതിദാരിദ്ര്യത്തിൽ കഴിയുന്നുണ്ട് എന്ന്. അങ്ങനെ 2 വാചകങ്ങൾ പറയരുത്. അല്ല മഞ്ജേഷ്, അങ്ങനെ പറഞ്ഞു പോരുത്. കൃത്യമായിട്ട് മുഖ്യമന്ത്രിയുടെ പ്രസംഗം ഞാൻ കേൾക്കട്ടെയാണ്. 64,006 പേരാണ് ഇവിടെ ലിസ്റ്റ് തയ്യാറാക്കിയത്.
അതിൽ 64,005 പേരുടെ ലിസ്റ്റ് കിട്ടിയിരുന്നു. ഇന്നലെയാണ് ഒരു തർക്കം വന്നു, അതും കൂടെ പരിഹരിച്ച് അത് ആ ഒന്നും മാറ്റി 0 അതെ. അപ്പൊ 64,006 പേരെ ലിസ്റ്റ് പ്രകാരമുള്ള കാര്യമാണ് ഗവൺമെന്റ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. അതെനിക്ക് സംശയമുണ്ട്. അല്ലല്ല ശ്രീ മോഹൻകുമാർ, അങ്ങനെയാണെങ്കിൽ ഇനിയും അതിദരിദ്രരുണ്ടെന്നാണോ? അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് അല്ലല്ല സീറോ അതിദരിദ്രം എന്നുള്ള പ്രഖ്യാപനം നടത്തുക? അല്ലല്ല മോഹൻകുമാർ, നോക്കൂ, ഈ കണക്കിൽ 64 65 എന്നുള്ളതല്ല യഥാർത്ഥത്തിലെ ഇഷ്യൂ ഇവിടെ ഇപ്പോ ഞാൻ മേരി ജോർജ് മാഡത്തിനോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് ഞാൻ മേരി ജോർജ് മാഡത്തിനെ ഒന്ന് കറക്റ്റ് ചെയ്തോട്ടെ. മാഡം പറയുന്ന 0.7, അതായത് 0.7% ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ അല്ലെങ്കിൽ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് അനുഭവിക്കുന്നവർ കേരളത്തിൽ ഉണ്ടായിരുന്നത് 2015-16 നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേയുടെ കണക്ക് പ്രകാരം നീതി ആയോഗ് കണക്കൂട്ടിയതാണ്. അത് ഇപ്പൊ കുറഞ്ഞു വന്നിട്ട് മാഡത്തിന്റെ മുമ്പേ ഇന്റർനെറ്റ് ഉണ്ടാവും. നോക്കൂ, അതല്ല പ്രശ്നം. നോക്കൂ, ഇവിടുത്തെ അത് 0.5 ഇപ്പൊ കേരളത്തിലുള്ളൂ. അത് ഇന്ത്യയില് 11.39 ഉണ്ട്. ഇന്ത്യയിലെ നിതി ആയോഗിന്റെ കണക്കനുസരിച്ചിട്ട് തന്നെ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് വെച്ചിട്ട് 11.39 ഉണ്ട്. ഇതിന്റെ കണക്ക് ഇനി ആരാണ് ഇത് സർവേ എടുത്തത്? ഇത് നമ്മൾ സർവേ പോവർട്ടി എന്ന് പറയുന്നത് ഒരു സർവേയിലൂടെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ള ഒരു കാഴ്ചപ്പാടോടെയാണ് നമ്മൾ പോകുന്നത്. അങ്ങനെയാണ് ഇന്ത്യയിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ത്യയിൽ ആദ്യമായി പോവർട്ടിക്ക് വേണ്ടി കണക്കെടുപ്പ് നടത്തിയത് 1971. എനിക്ക് ഈ സംശയമേ ഉള്ളൂ ശ്രീ മോഹൻകുമാർ. എനിക്ക് സംശയമുള്ളൂ, ഈ 64,000 കുടുംബങ്ങളെ അതിദരിദ്രരായി ഉള്ളൂ കേരളത്തിൽ എന്ന് പ്രഖ്യാപിച്ചതല്ലേ? എന്നിട്ട് അതിൽ നിന്നല്ലേ ഈ പറയുന്ന പോലെ താങ്കൾ തന്നെ നേരത്തെ പറയുണ്ടായി 47,000 കുടുംബങ്ങളെ ആദ്യം ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തി നേടിയവരായി പ്രഖ്യാപിച്ചു. അതിനുശേഷം ഡിസംബറിൽ കുറച്ചുകൂടി, പിന്നെ ഈ നവംബർ 1 ആയപ്പോഴേക്കും 0 എന്ന കണക്കിലേക്ക് വന്നു. എന്നിട്ടും ആദിവാസി ജനവിഭാഗങ്ങൾ അവിടെ ഉണ്ടെന്നേ, അവർ കേരളത്തിലുള്ളവരല്ലേ? ഉണ്ട്. നോക്കൂ, ഇതിന്റെ ഒരു ഡയമെൻഷൻ നമ്മൾ കാണണം. ഞാൻ പറഞ്ഞ ഒരു പോയിന്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. അതായത് 1900 മേഡം പറയുന്ന സർവേ ചെയ്തില്ല എന്ന് പറയുന്നത് ഇന്ത്യയിൽ അങ്ങനെയായിരുന്നു പോവർട്ടി കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. അത് അവസാനമായി സർവേ ചെയ്തത് ഇപ്പൊ 2023-24 ആ 23-24 കൺസ്യൂമർ എക്സ്പെൻഡിച്ചർ സർവേ മന്ത്ലി ഇന്ത്യയിലെ ഓരോ വ്യക്തിയും അവരുടെ ഒരു ഭക്ഷണത്തിന് വേണ്ടിയും ഭക്ഷണത്തിനല്ലാതെ നോൺ ഫുഡ് ഐറ്റംസിന് വേണ്ടിയും ഒരു മാസം എത്ര രൂപ ചെലവഴിക്കുന്നു, അതിന്റെ അടിസ്ഥാനത്തിൽ ഗ്രാമത്തിലുള്ള ആളുകൾക്ക് 2,400 കലോറി ഊർജം ഒരു ദിവസം ജീവിക്കാൻ വേണം. അതിന് വേണ്ട ഭക്ഷണത്തിന് എത്ര രൂപ വേണം, ആ ഭക്ഷണത്തിന്റെ പൈസ ഇല്ലാത്തവർ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ്. നഗരത്തിൽ താമസിക്കുന്ന ആളുകൾ 2,100 കലോറി ഊർജം ഒരു ദിവസം ജീവിച്ചിരിക്കാൻ വേണം. ആ 2,100 കലോറി ഊർജവും അതിനുവേണ്ട പാർപ്പിടവും വസ്ത്രവും എല്ലാം കൂടെ വാങ്ങാൻ എത്ര രൂപയാണ് ഒരു ദിവസം വേണ്ടത്? അത്രയും രൂപ ഒരു ദിവസം കിട്ടാത്ത ആളുകൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരെന്ന് കണക്കാക്കിയത് 2011-12 ഇന്ത്യയിൽ അവസാനമായിട്ട്. ആ കണക്കാക്കിയപ്പോൾ അന്ന് ഇന്ത്യയിൽ ഏറ്റവും കുറവ് ദാരിദ്ര്യം ഉണ്ടായിരുന്ന സംസ്ഥാനം കേരളമായിരുന്നു. ഇന്ന് അതിന്റെ ശേഷം കേന്ദ്ര സർക്കാർ 2015-16 ഇത്തരത്തിലുള്ള നാഷണൽ സർവേ സംഘടിപ്പിച്ചത്. ആ കണക്ക് നമ്മുടെ ദേശീയ ഗവൺമെന്റ് പുറത്തുവിട്ടിട്ടില്ല. അതിന് പകരം ദേശീയ ഗവൺമെന്റ് മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് കണക്കാക്കാൻ നിതി ആയോഗിനോട് പ്ലാനിംഗ് കമ്മീഷൻ പിരിച്ചുവിട്ടിട്ടുള്ള നിതി ആയോഗിനോട് ആവശ്യപ്പെട്ടു. നിതി ആയോഗ് പറഞ്ഞ ആ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. ഇനി ഈ അത്തരത്തിലുള്ള സർവേയാണ് നമ്മളെ മനസ്സിലുള്ളത്. ഇത് അങ്ങനെയല്ല. ഈ സർവേ ആണ് യഥാർത്ഥത്തിൽ ഇതിന്റെ പ്രോസസ്സിന്റെ ഭാഗമായിരുന്ന ഒരാളാണ് ഞാൻ. എന്റെ നാട്ടിൽ, എന്റെ ഗ്രാമത്തിൽ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്തത് എന്നുള്ള പ്രോസസ്സിന്റെ ഭാഗമായിരുന്ന ആള് നിങ്ങളെ പഞ്ചായത്തിൽ വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ളവർ ചെന്നിട്ട് വാർഡ് മെമ്പറും അത് മനസ്സിലായി, അങ്ങനെ കണ്ടെത്തി എന്നാണ്. പക്ഷെ എന്നിട്ടും ബാക്കി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ശ്രീ എസ് മോഹനകുമാർ. ഒറ്റ വാചകത്തിൽ പറയാമല്ലോ. അതുണ്ടാവാം. ഇന്നലെ വരെ കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ പറ്റിക്കുകയായിരുന്നു ഇന്നത്തെ പ്രഖ്യാപനത്തിലൂടെ. അങ്ങനെ പറ്റിക്കല്ല. ഇതെന്ന് പറയുന്ന ഒരു സ്റ്റാറ്റിക് അല്ല. ഇന്നലെ വരെ ആരോഗ്യത്തോടെ ജീവിച്ചിരുന്ന ഒരാൾ നാളെ അയാൾക്ക് അംഗവൈകല്യം ഉണ്ടാവാം. അങ്ങനെയല്ല ശ്രീ ഉല്ലാസ് ബാബു, താങ്കൾ ക്ലിയർ ആയിട്ടുണ്ടോ ശ്രീ എസ് മോഹനകുമാർ പറഞ്ഞ കാര്യം?
നോക്കൂ, ഞാനിവിടെ ഒരു കാര്യം മാത്രം അതായത് സൂചിപ്പിച്ചു. മോഹൻകുമാർജി ഒരു കാര്യം സൂചിപ്പിക്കാൻ മഞ്ജുഷ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ശരി, എന്താണ് ഒരു കാര്യം നോക്കൂ, ഇത്തരത്തിൽ ഈ 64,000 എന്നുള്ളതാണോ, അല്ലെങ്കിൽ 64,000 കുടുംബങ്ങളിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ കേരളത്തിന്റെ ജനസംഖ്യയിൽ 9.5% പട്ടികജാതിക്കാരുള്ളത്. എന്നാൽ ഈ അതിദരിദ്രത്തിൽ 20% പേരെയാണ് ദരിദ്രരായി കണ്ടെത്തിയത്. അവരെ പരിഹരിച്ചത്. അല്ലല്ലേ, കണക്കുകൾ കൊണ്ട് കൺഫ്യൂഷൻ ആക്കുക. ഇന്നലെ എം വി രാജേഷ് ഒരുപാട് ഇത്തരത്തിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കിയതാണ്. അദ്ദേഹം ഈ ക്ലേശ ഘടകങ്ങളും അതിക്ലേശ ഘടകങ്ങളൊക്കെ വിശദീകരിച്ചത്. അല്ലല്ല, ഞാൻ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ, അതിദാരിദ്ര്യം അനുഭവിക്കുന്നവർ ഇപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്നാണ്. 0 എന്ന് പ്രഖ്യാപിക്കുകയാണെങ്കിൽ അതുണ്ടാവരുത്. വരും ദിവസങ്ങളിൽ ഉണ്ടാവുമായിരിക്കും. പക്ഷെ നിങ്ങൾ ഈ മുഴുവൻ അതിദരിദ്രരെയും കണ്ടെത്തി നിങ്ങൾ ആ അതിദാരിദ്ര്യത്തിൽ നിന്ന് അവരെ കരകയറ്റി എന്നാണല്ലോ അവകാശപ്പെടുന്നത്. പക്ഷെ താങ്കൾ ഇപ്പോഴും പറയുകയാണ് ഉണ്ടാവാം ഇനിയുമെന്ന്. അങ്ങനെയാണെങ്കിൽ അത് കണക്ക് ഒത്തുപോകില്ല സാർ. ഇതൊരു ഫ്ലോ കോൺസെപ്റ്റ് ആണ് ഇത് എന്ന് പറഞ്ഞാൽ. ഇനി ആർക്കും ഇന്നലെ വരെ വീടുണ്ടായിരുന്ന ആളിന് വീടില്ലാതെ ആവാം. അതൊക്കെ ശരിയാണ്. ഞാൻ അതല്ല പറഞ്ഞത്, നിങ്ങൾ കണ്ടെത്തിയതിൽ കുഴപ്പമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പെട്ടെന്ന് നടത്തിയ ഒരു പ്രഖ്യാപനം, അതായത് ഒരു PR പ്രഖ്യാപനം, അതാണ് നടത്തിയത് എന്ന് പറയുവാൻ കാരണവും അത് തന്നെയാണ്. ഇതിങ്ങനെ 4 വർഷം കൊണ്ട് ആളുകളെ കണ്ടെത്തി അങ്ങനെ അതിദാരിദ്ര്യത്തിൽ നിന്ന് അവരെ കരകയറ്റാൻ പറ്റില്ല എന്ന് എല്ലാവർക്കും അറിയാം. ശ്രീ ഉല്ലാസ് ബാബു. ബഹുമാനായിട്ടുള്ള മോഹൻകുമാർ സാർ, അങ്ങയോട് എല്ലാ ബഹുമാനവും ഉണ്ട്. പക്ഷേ അങ്ങ് പറയുന്ന കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള വിയോജിപ്പുമുണ്ട്. കാരണം അങ്ങ് പറയുന്ന കാര്യങ്ങൾ ശരിയല്ലാത്ത കാര്യങ്ങളാണ്. അങ്ങ് ഈ സമൂഹത്തിനോടൊരു നീതികേട് കാണിക്കുന്നുണ്ട്. അങ്ങ് ഈ നടക്കാത്ത സ്വപ്നങ്ങളെക്കുറിച്ച് ഇവർ പ്രഖ്യാപിച്ച സമയത്ത് അത് ശരിയാണ് എന്നും അങ്ങയുടെ പഞ്ചായത്തിൽ അങ്ങയുടെ ഭാഗമായിട്ടുള്ള സ്ഥലത്ത് വേണമെങ്കിൽ നടന്നിട്ടുണ്ടാകും. പക്ഷേ കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മേഖലയിൽ ഇന്നും അതിദാരിദ്രരായി തന്നെ ഈ നിമിഷം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ തുടരുന്നുണ്ട് സാർ. കാരണം നോക്കൂ, ഇന്നലെ ഒരാൾ കുറവുണ്ടായിരുന്നു. 64,008 ഒരാളുടെ പ്രശ്നം പരിഹരിച്ചില്ല. അപ്പോൾ എന്ത് ചെയ്തു? 2 പൊതിച്ചോറ് കൊണ്ട് കൊടുത്തു DYFIയുടെ. അപ്പോൾ അവരത് കഴിച്ചു. അപ്പോഴേക്കും പിണറായി വിജയൻ കൈയടിച്ചു. രാജേഷ് എന്താണ് അവരും കൂടിയും അതിദാരിദ്ര്യത്തിൽ നിന്ന് കയറി വന്നിരിക്കുന്നു. സാർ, ഞാൻ ചോദിച്ചിട്ട് 1000 രൂപ കേരള സർക്കാരിൻ്റെ ഒരു പദ്ധതിയെങ്കിലും അവിടെ എത്താത്തവർക്ക്, അപ്പോൾ നിങ്ങൾ 1000 രൂപയുടെ പദ്ധതി കൊണ്ടുകൊടുത്തു. 33 രൂപ നിങ്ങൾ അവർക്ക് ചെലവ് കൊടുത്താൽ 1.5 ഗ്ലാസ് കാപ്പി കുടിച്ചേ അതിദാരിദ്ര്യത്തിൽ നിന്ന് അവരെ മോചനം നേടി എന്ന് പറഞ്ഞ് കൈയടിക്കുന്ന ഒരു രാഷ്ട്രീയ തട്ടിപ്പ് നടത്തരുത്. ഞാൻ പറഞ്ഞു, കണക്കുകളല്ലല്ലോ, കണക്കുകൾ നമുക്ക് ഏത് തരത്തിലെ കണക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞില്ലേ കേരളത്തിൻ്റെ അകത്ത് ഓരോ സമയത്തെ സർവേ റിപ്പോർട്ട് നോക്കൂ. ഇന്ത്യ മഹാരാജ്യം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ദേശീയ ശരാശരിയേക്കാൾ അല്ലെങ്കിൽ ദേശീയ ശരാശരിയേക്കാൾ ഏറ്റവും കൂടുതൽ മിടുക്കുണ്ടായിരുന്നു കേരളത്തിന്. മേരി മേഡത്തിന് അറിയാമല്ലോ, തിരുവിതാംകൂർ ദേശത്ത് അന്ന് ഏറ്റവും കൂടുതൽ ഇതേപോലെ ഭാരതത്തിൽ ഏറ്റവും മിടുക്ക് കാണിച്ചിട്ടുള്ള പെർസെൻറ്റേജ് ഉണ്ടായിരുന്നു നമുക്കായിരുന്നില്ലേ. അപ്പം നമുക്ക് ആ കാലഘട്ടം മുതൽ നമുക്ക് അനുവർത്തിച്ചു വരുന്ന ഒരു ശൈലിയുണ്ട്. ആ ശൈലി പ്രകാരം നമ്മൾ നേടിയെടുത്തതാണ്. പക്ഷെ നിങ്ങൾ ഇന്ന് ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളത്, ഇന്ന് പ്രഖ്യാപിക്കുകയുമായിട്ടുള്ളത്, ആ പ്രഖ്യാപനം അതിദാരിദ്ര്യത്തിൽ നിന്നും മുക്തി നേടി കേരളത്തിൽ ഇനി ഒരു സിംഗിൾ പേഴ്സൺ പോലും അതിദാരിദ്ര്യമില്ല. എന്തായിരുന്നു രാജേഷിൻ്റെ ആ വലിയ സങ്കടം എന്നറിയോ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഈ രാജേഷ് എന്ന് പറയപ്പെടുന്ന വ്യക്തി കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ എഴുതിപ്പെടണം. അദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പദ്ധതി വിഹിതം പകുതിയാക്കി വെട്ടിക്കുറച്ച മിടുക്കനാണ്. എന്തുകൊണ്ടാണ് അവർക്ക് ആ മിടുക്കനെ വെട്ടിക്കുറയ്ക്കാൻ സാധിച്ചത്? 227 തവണ കടം പേടിച്ച സർക്കാരാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. 67 തവണ ഓടി പുതുക്കിയ സർക്കാരാണ്. ഒരു ബഡ്ജറ്റിൻ്റെ 50% ഒരു വർഷം കടം പിടിക്കുന്ന ഈ സർക്കാർ ഞങ്ങൾ ഇത്ര കാര്യം നടപ്പിലാക്കി എന്ന് പറയപ്പെടുമ്പോൾ അതിന്റെ പുറകിൽ സംശയമുണ്ടെന്നേ. 1000 കോടിയുടെ കണക്ക് പറയുന്നുണ്ട്. 1000 കോടി ഇതിനായി മുടക്കിയെന്നും പറയുന്നുണ്ട്. 1000 കോടി അത് സംസ്ഥാനത്തിന്റെ മാത്രം വിഹിതമായിട്ടാണോ, ഇനി അത് കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ നിന്ന് കൂടി വേണ്ടി വരും? മഞ്ജുഷ, എനിക്ക് 2 മിനിറ്റ് അടുത്ത ടേൺ മഞ്ജുഷ, അടുത്ത 2 മിനിറ്റ് അടുത്ത ടേൺ എനിക്ക് തന്നില്ലെങ്കിലും കുഴപ്പമില്ല. നോക്കൂ, കേന്ദ്ര സർക്കാരായിക്കോട്ടെ, കേരള സർക്കാർ, BJP, CPM, കോൺഗ്രസ് ഒന്നുമില്ല. ദാരിദ്ര്യം, വിശപ്പിന് എന്ത് രാഷ്ട്രീയം? ഏത് പാവപ്പെട്ടവൻ അവർ ഏത് രാഷ്ട്രീയമായാലും വിശപ്പ് വന്നാൽ വിശപ്പ് തന്നെ, ഒരു സംശയമില്ല. അത് മാറ്റണം എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ഒരു മാനദണ്ഡമുണ്ട്. അപ്പോൾ കേന്ദ്ര സർക്കാർ AAY എന്ന് പറയപ്പെടുന്ന മഞ്ഞക്കാർഡ് ഇറക്കുന്ന സമയത്ത് അതിനൊരു മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ കേരള സർക്കാരിൻ്റെ ഭക്ഷ്യവകുപ്പ് കൃത്യമായി കൊടുക്കുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ, അവരുടെ പരിശോധനയ്ക്ക് അടിസ്ഥാനത്തിലാണ് കാർഡ് ഇറക്കുന്നത്. ഇവരുടെ രാഷ്ട്രീയ ഗിമ്മിക്കിന് വേണ്ടി, ഇവരുടെ രാഷ്ട്രീയ ചൂതാട്ടത്തിന് വേണ്ടി, ഇവരുടെ രാഷ്ട്രീയ വിജയത്തിന് വേണ്ടി ഇവർ ഈ 3 മാസത്തെ രാഷ്ട്രീയ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ കണക്ക് അവതരിപ്പിച്ച് അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തി നേടുന്നു എന്ന് പറയുമ്പോൾ ആ മാനദണ്ഡത്തിൽ നിന്ന് ഔട്ടാവപ്പെടുന്നത് 6 ലക്ഷം കുടുംബങ്ങളാണ്. മഞ്ജുഷേ, ഇവർക്ക് ഇതും കഴിഞ്ഞിട്ട് 3 മാസം കഴിഞ്ഞ് പൊടിയും തട്ടി ട്രൗസറും ഷർട്ടിട്ടോ പോയാൽ മതി, ഇവന്റെ ദാരിദ്ര്യം തീരില്ല.
അവിടെ ഒരു മറ്റേ ചുവപ്പ് കൂടി പിടിച്ചോണ്ടോ നീലക്കൂടി പിടിച്ചോണ്ടോ പച്ചക്കൂടി പിടിച്ചോണ്ടോ ചോറ് കിട്ടില്ല. അന്തോണിയുടെ കടയിൽ പോയിട്ട് പിണറായി വിജയന്റെ പ്രഖ്യാപനത്തിന്റെ CD കൊടുത്താലേ അരക്കിലോ അരി കിട്ടില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതിന് വിശപ്പ് തീരണമെങ്കിൽ അരിയും ഗോതമ്പ് കിട്ടണം. അത് 35 കിലോ വെച്ച് 6 ലക്ഷം പേർക്ക് കേന്ദ്ര സർക്കാരിന്റെ അന്ന യോജന കൃത്യമായി കൊടുക്കുന്നുണ്ട്. കേരള സർക്കാരിന്റെ വിഹിതം ഉണ്ടെങ്കിൽ അതും ആയിക്കോട്ടെ, വിഹിതമില്ല എന്നുള്ള യാഥാർത്ഥ്യം. ഇവർക്ക് ഹാൻഡ്ലിംഗ് ചാർജ് മാത്രം കൊടുത്താൽ മതി. അത് കൊടുക്കാത്തതിന്റെ പേരിൽ റേഷൻകാർ സമരത്തിലാണ്. അത് പോട്ടെ, ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയുള്ള പ്രയാസത്തിലേക്ക് എത്തിച്ചു. ഇനി ആ പൊതിച്ചോറ് DYFIക്കാരുടെ ഔദാര്യ ചോറുണ്ടല്ലോ, ഇവർ വലിയ കാര്യമായിട്ട് എപ്പോഴും പറയാറുണ്ട് ഞങ്ങൾ പൊതിച്ചോറ് കൊടുക്കുന്നു. സാർ ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ ഞങ്ങൾ സാധാരണക്കാരായിട്ടുള്ള ഞങ്ങൾ പറയുന്നത്, ഞാനൊരു സാധാരണക്കാരനായിട്ട് ഒരാളാണ്, എൻ്റെ ഒക്കെ ഒരു അവകാശവാദി, ഞങ്ങൾക്ക് നിങ്ങൾ പൊതിച്ചോറ് ആരും തരണ്ട. കേരളത്തിൽ ഒരു വ്യക്തികൾക്കും പൊതിച്ചോറ് തരണ്ടെന്നേ. ഒരു ദിവസം തൊഴിലെടുക്കാൻ സാധിക്കാതെ ഞങ്ങൾക്ക് പനി വന്ന് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ കിടക്കേണ്ടി വന്നാൽ ഔദാര്യ ചോറിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കേണ്ട അവസ്ഥയാണ് 9.5 കൊല്ലം കൊണ്ട് നിങ്ങൾ ഭരിച്ചുണ്ടാക്കിയത് എന്ന് പറയുന്നതിൽ അപമാനമുണ്ടെന്ന് ഞങ്ങൾക്ക്. നിങ്ങൾ ഞങ്ങളുടെ തൊഴിൽ കൃത്യമാക്കി താ, ഞങ്ങളുടെ സൗകര്യങ്ങൾ കൃത്യമാക്കി താ, ഞങ്ങളുടെ ജീവിക്കാനുള്ള അവകാശം കൃത്യമായി താ, ഞങ്ങളുടെ മരുന്ന് കൃത്യമായി താ. ഞങ്ങൾക്ക് പിന്നെ എന്തിനാ നിങ്ങളുടെ ഔദാര്യ ചോറ്? ഞങ്ങൾ പണിയെടുത്ത കാശുകൊണ്ട് ഞങ്ങൾ ചോറുണ്ടാക്കിക്കോളാം. അപ്പോൾ ആ DYFIയുടെ പൊതിച്ചോറ് നാളെ മുതൽ നിർത്തല്ലോ അല്ലേ? നോക്കൂ അഭിലാഷ്, 70 വയസ്സ് കഴിഞ്ഞ അമ്മമാർ, അച്ഛന്മാർ, എൻ്റെ അമ്മക്ക് 76 വയസ്സ്, അച്ഛന് 78 വയസ്സുമാണ്. അഭിലാഷിന്റെ അച്ഛനമ്മയുണ്ട്, മേരി മേഡത്തിന് അച്ഛനമ്മയുണ്ടാവും, ബൽദേവ് സാറിന് അച്ഛനമ്മയുണ്ടാവും, മോഹൻകുമാർ സാർക്ക് അച്ഛനമ്മയുണ്ടാവും. നമ്മുടെയൊക്കെ അച്ഛനമ്മമാർക്ക് 5 ലക്ഷം രൂപ 70 വയസ്സ് കഴിഞ്ഞാൽ അത് രാഷ്ട്രീയം നോക്കാതെ, ജാതി മതങ്ങൾ ഒന്നും നോക്കാതെ വ്യക്തിക്ക് കൊടുക്കും എന്നൊരു പ്രഖ്യാപനം കേന്ദ്ര സർക്കാരിന്റെ വന്നപ്പോൾ ആ വയോവന്ദൻ പദ്ധതിയിൽ MOU ഒപ്പിടാൻ എന്തിനാണ് വീണ ജോർജ് മടിച്ചത്? പാവപ്പെട്ടവർക്കായിട്ടുള്ളവർക്ക് ഒരു 5-7 ലക്ഷം റുപ്യ കിട്ടണത് അത് ഏത് രാഷ്ട്രീയ ആയിക്കോട്ടെ കിട്ടിക്കോട്ടെ എന്ന് തീരുമാനിക്കാൻ നിങ്ങൾക്ക് എന്താ കുഴപ്പം? അവിടെ പ്രധാനമന്ത്രിയോട് നീതി ഉണ്ടാവും, BJPക്ക് ഒരു വോട്ട് കൂടുതൽ കിട്ടിയോ എന്നുള്ളത് നിങ്ങളുടെ രാഷ്ട്രീയ തട്ടിപ്പല്ലേ അത്? നിങ്ങളുടെ രാഷ്ട്രീയ കുതന്ത്രമല്ലേ അത്? നിങ്ങളുടെ രാഷ്ട്രീയ കുശുമ്പല്ലേ ഇത്? അതിന് വേണ്ടിയിട്ട് പാവപ്പെട്ട 70 വയസ്സുകാരുടെ ഇതൊന്നും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതൊന്നും കേന്ദ്ര സർക്കാരിന്റെ ഔദാര്യമല്ല. അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട. ഇത് നമ്മുടെ അവകാശമാണ്. 5 ലക്ഷമായാലും 8 ലക്ഷം ഒരു സർക്കാർ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ അവകാശമാണ്. ആ അവകാശത്തെ അത് കൃത്യമായി ദീർഘവീക്ഷണത്തോടുകൂടി ലക്ഷ്യബോധത്തോടുകൂടി അവതരിപ്പിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുന്നു നല്ല റൂളർമാർ വരുമ്പോൾ, നല്ല സർക്കാർ വരുമ്പോൾ എന്നുള്ളതാണ് എൻ്റെ അവകാശവാദം. അപ്പോൾ ആ ജനങ്ങളുടെ അവകാശത്തെ കട്ട് ചെയ്യാൻ ഈ ഇടതുപക്ഷ സർക്കാർ ഈ PMC പദ്ധതിയുമായി ബന്ധപ്പെട്ടും അങ്ങനെ വിദ്യാർത്ഥികളുടെ അവകാശത്തെ കട്ട് ചെയ്തില്ലേ? നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അന്നമായിക്കോട്ടെ, വെള്ളമായിക്കോട്ടെ, വെളിച്ചമായിക്കോട്ടെ, ആരോഗ്യമായിക്കോട്ടെ, പാർപ്പിടമായിക്കോട്ടെ, തൊഴിലായിക്കോട്ടെ, ആവാസ വ്യവസ്ഥയായിക്കോട്ടെ, കാർഷിക മേഖലയായിക്കോട്ടെ, ഏത് മേഖലയാണെങ്കിലും ഇവിടെയൊക്കെ കേന്ദ്ര സർക്കാർ കൃത്യമായി പദ്ധതികൾ കൊടുക്കുന്നുണ്ട്. ആ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു കൃത്യമായ പ്രവൃത്തി നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവണം. ആ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളുടെ PR വർക്കിന് വേണ്ടി സാധാരണക്കാരായിട്ടുള്ള അതിദരിദ്രത്തിന്റെ ഗതികേടിന്റെ അവസ്ഥയിലേക്ക് ഒരു കോലായിൽ കിടന്നുറങ്ങുന്ന, മഴ പെയ്താൽ ഭയപ്പെടുന്ന, ടാർപ്പായുടെ കീഴിലൊടുക്കുന്ന പാവപ്പെട്ട വിദ്യാർത്ഥികൾ അടങ്ങുന്ന പൊതുസമൂഹത്തിന്റെ ദയനീയതയെ വിറ്റ് അതിന് വോട്ടാക്കി അടുത്ത 5 കൊല്ലം കൂടി ഇവരെ കട്ടുമുടിക്കാനുള്ള ഒരു ഉപാധിയായി, ഒരു ടൂളായി നിങ്ങൾ ഈ കേരളത്തിലെ ഈ ശരി ഉല്ലാസ് ബാബു, ശ്രീ ബൽദേവ് അതിനുള്ള മറുപടി. അത് മാത്രമല്ല ഇപ്പോൾ ആശങ്ക ഉണ്ടായിരിക്കുന്ന ഈ മഞ്ഞക്കാടുള്ളവരിൽ ഈ പറയുന്ന ഈ 64,000 കുടുംബങ്ങളും ഉൾപ്പെടുമല്ലോ, അവരതിൽ നിന്ന് പുറത്തായി പോകുമോ എന്നുള്ള ആശങ്കയാണ്. ഇപ്പോൾ ചില BJP നേതാക്കൾ അക്കാര്യങ്ങളും പറയുന്നുണ്ട്. ഇനിയിപ്പോൾ കേന്ദ്രത്തിന്റെ സഹായം ഇക്കാര്യത്തിൽ ആവശ്യമില്ലല്ലോ, അന്ത്യോദയ അന്ന യോജനയ്ക്ക് വേണ്ടി BJP പുറത്താക്കണമെന്നല്ല മഞ്ജുഷ, BJP അവരെ പുറത്താക്കണമെന്നല്ല പറയുന്നത്. മാനദണ്ഡം നിശ്ചയിക്കപ്പെടുമ്പോൾ അവരും പുറത്തു പോവില്ലേ? ശരിയാണ്, മാനദണ്ഡം പാലിക്കപ്പെടേണ്ടി വരില്ലേ? മാനദണ്ഡം പ്രഖ്യാപിക്കുന്ന സമയത്ത് പുറത്തു പോകേണ്ടി വരില്ലേ? കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലാണ് നീതി ആയോഗ് പ്രവർത്തിക്കുന്നത്, കേരള ഗവൺമെന്റ് കീഴിലല്ല. ആ നീതി ആയോഗ് അതിനകത്ത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് വെച്ചിട്ട് അവർ ഓരോ സ്റ്റേറ്റിലുമുള്ള പോവർട്ടിയെ കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അവർ പഠിക്കാതൊന്നും വെറുതെ സാറ്റലൈറ്റ് സർവേയിലൊന്നും അല്ലല്ലോ നീതി ആയോഗ് എന്ന് പറയുന്നത്. അതിൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ഞാൻ പറയട്ടെ, കുടുംബങ്ങളുടെ കാര്യത്തിൽ ഇപ്പോൾ നിങ്ങൾക്കൊരു ഏകാഭിപ്രായത്തിലേക്ക് വരാൻ സാധിക്കുന്നില്ല. കാരണം ആദിവാസി ജനവിഭാഗങ്ങളുടെ കാര്യം പറയുമ്പോൾ കൃത്യമായിട്ട് മറുപടി വരുന്നില്ല. അല്ല, ഞാനെന്ത് പറഞ്ഞോട്ടെ, 2011 അവസാനമായിട്ട് സെൻസസ് വന്നത്. ആ സെൻസസിനകത്താണ് ശരിയാ മേരി ടീച്ചറൊക്കെ പറഞ്ഞനുസരിച്ച് കേരളത്തിൽ ഏകദേശം 4.8 ലക്ഷം ആദിവാസികൾ 2011 സെൻസസാണ്. അതിനുശേഷം 2013 ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം വരികയും ഈ പലതരത്തിലുള്ള കാർഡും ഈ മഞ്ഞക്കാർഡ്, അന്ത്യോദയ വിഭാഗത്തിൽ വരുന്ന മഞ്ഞക്കാർഡും ഒക്കെ വരികയും അതിനകത്ത് 2 ലക്ഷക്കണക്കിന് ആൾക്കാരുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. എല്ലാം കറക്റ്റാണ്. പക്ഷേ ആ 2013 അങ്ങനെ കാർഡ് വന്നതിന് ശേഷമാണ് ഈ കഴിഞ്ഞ 10-15 വർഷമായിട്ട് കേരളം വളരെയധികം മുന്നോട്ട് പോയത്. ഈ പറഞ്ഞ സമയം വരുമ്പോൾ കേരളത്തിൽ വീടില്ലാത്തവരുണ്ടായിരുന്നു. അതിനുശേഷം അതിനുശേഷമാണ് അല്ല അത് ഞാൻ പറയട്ടെ, അതിൽ ആ കണക്കാണ് അവർ പറയുന്നത്. 2013 ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം അനുസരിച്ചാണ് കേരളത്തിൽ ഏകദേശം 5 ലക്ഷത്തോളം ഈ പറഞ്ഞ മഞ്ഞക്കാർഡുകളുണ്ട്. 4 തരം കാർഡിൽ ഒരു ഗതിയും ഇല്ലാത്തവരാണ് മഞ്ഞക്കാർഡിൽ വരുന്നത്. അന്ന് വീടില്ലാത്തവർ ലക്ഷക്കണക്കിനുണ്ടായിരുന്നു.
അതിൽ നിന്നാണ് കഴിഞ്ഞ 8-9 വർഷമായിട്ട് 4.7 ലക്ഷം പേർക്ക് വീട് നൽകിയത്. അപ്പൊ അപ്പൊ അന്നത്തെ കണക്ക് വെച്ച് ഇപ്പോഴത്തെ വിലയിരുത്താൻ പറ്റും. അപ്പോൾ ഈ 2013 ശേഷം കേരളത്തിലെ ജനങ്ങളിൽ കഴിഞ്ഞ 15-12 വർഷമായിട്ട് സാമ്പത്തികമായിട്ടും സാമൂഹ്യമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും ആരോഗ്യപരമായിട്ടും പാർപ്പിടവും എല്ലാമായിട്ട് ലക്ഷക്കണക്കിന് പേര് മുന്നോട്ട് പോയിട്ടുണ്ട്. ഈ മഞ്ഞക്കാട് വരുന്നതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയായിരുന്നു വരുമാനം മാത്രമല്ല, അവർക്ക് സ്വന്തമായിട്ട് വസ്തുവോ വീടില്ലാത്തവര്. അപ്പൊ 4.7 ലക്ഷം പേർക്ക് വീട് കൊടുത്തു എന്ന് പറയുമ്പോൾ പരിപൂർണമായി എല്ലാവർക്കും കൊടുത്തു എന്നല്ലേ ഞങ്ങൾ അവകാശപ്പെടുന്നത്. ബഹുഭൂരിപക്ഷം പേർക്കും ഒരു 2-3 സെന്റ് വസ്തുവും കെട്ടുറപ്പുള്ള ഒരു വീടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു പക്ഷെ പുതിയൊരു സർവേ വരുമ്പോൾ ഈ 4.8 ലക്ഷം പേര് മഞ്ഞക്കാടുകാർ കേരളത്തിൽ കാണും. തർക്കമില്ല, മഞ്ചേഷയെ കാണത്തില്ല, 1 ലക്ഷത്തിൽ താഴെ പോലും കാണത്തില്ല. കാര്യം അത്രയും പേരുടെ ജീവിത രീതികൾ, അവരുടെ സമഗ്രമായ മാറ്റം, തൊഴിലവസരം നമുക്കറിയാം. കേരളത്തിലെ തൊഴിലവസരം ഗവൺമെന്റ് കണക്കനുസരിച്ച് 6 ലക്ഷത്തിൽ പരം പേര് കേരളത്തിൽ തൊഴിൽ ചെയ്യുന്ന മറ്റു സംസ്ഥാനങ്ങളിൽ തോന്നുന്നത് ഈ 64,000 കുടുംബങ്ങളെയും അതിദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷിച്ചതോടുകൂടി അവർ കാലക്രമേണ അധികം താമസിയാതെ അവർ ദാരിദ്ര്യരേഖയ്ക്കും മുകളിലെത്തുമെന്നാണ്. അതായത് മഞ്ഞക്കാർഡുകളുടെയും വെളിയിലെത്തും. അത്രമാത്രം അവർക്ക് സാമ്പത്തികമായും ആരോഗ്യപരമായും ഒക്കെ സുരക്ഷ കിട്ടിക്കഴിഞ്ഞു എന്നാണ്. അങ്ങനെയുള്ള അവകാശവാദം തീർച്ചയായിട്ടും ഉണ്ടല്ലോ. തീർച്ചയായിട്ടും നമുക്ക് കേരളത്തിലെ ജീവിത രീതി വെച്ച് നോക്കുമ്പോൾ പഴയ ഒരു 50 വർഷത്തിന് മുമ്പുള്ള ജീവിത രീതിയാണ് എന്റെ ആയാലോ മഞ്ചേഷിന്റെ ആയാലോ ആരുടെയും അങ്ങനെയല്ല. നമ്മളെല്ലാവരും ദാരിദ്ര്യാവസ്ഥയിൽ എത്രയോ കുടുംബങ്ങളുണ്ട്, എത്രയോ ഉദാഹരണങ്ങൾ എടുത്തു കാണിക്കാൻ പറ്റും. കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായിട്ട് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ അവകാശവാദം ഉന്നയിക്കുകയാണ് ഇവിടെ അതിദരിദ്രരൊന്നുമില്ല, കേരളം ഒരു വലിയ മാതൃകയാണെന്ന്. ദാരിദ്ര്യം കുറവുള്ള സംസ്ഥാനം കേരളമാണ്, സമ്മതിക്കുന്നു. പക്ഷേ തുടച്ചു നീക്കുന്നു എന്നൊക്കെ അവകാശപ്പെടുമ്പോൾ അതിൽ അതിശയോക്തി മാത്രമേ ഉള്ളൂ. നമ്മൾ എത്ര തുടച്ചാലും പരിപൂർണമായിട്ടൊന്നും നീങ്ങില്ല, കുറച്ചൊക്കെ അവശേഷിക്കും. എങ്ങനെയൊക്കെ തുടച്ചാലും അത് ആർക്കും ഒന്നും ചെയ്യാം. നമ്മളാരും ദൈവമൊന്നുമല്ല, നമ്മൾ പൂർണ്ണതയിലേക്ക് പെർഫെക്ഷൻ നമ്മളെ കൊണ്ട് പറ്റില്ല. പക്ഷെ കുറെ അധികമെങ്കിലും ഇല്ലാതാക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു ആത്മസംതൃപ്തി നമുക്കുണ്ട്. നിങ്ങൾ അതിനെ എങ്ങനെ വേണമെങ്കിലും കുറിച്ചോളൂ. വർഷം ശ്രീമതി മേരി ജോർജ് ബൽദേവിനുള്ള മറുപടി. അത് മാത്രമല്ല ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇത് ഏതെങ്കിലും സെൻസസിന്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല ഈ 64,000 കുടുംബങ്ങളെ കണ്ടെത്തിയത്. ഇപ്പോൾ തന്നെ ഈ കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ ഡോർ ടു ഡോർ തന്നെയാണ്. അതിനുവേണ്ടിയാണല്ലോ കുടുംബശ്രീയെ ആശ്രയിച്ചത്, ആശാ വർക്കേഴ്സിനെ ആശ്രയിച്ചത്. മോഹൻകുമാർ സാർ തന്നെ ഇവിടെ പറഞ്ഞു, അവരെ നേരിട്ട് പോയി കണ്ട് അവരുടെ ജീവിത രീതി വിലയിരുത്തിയാണ്, അല്ലാതെ സെൻസസ് അടിസ്ഥാനത്തിലല്ല. അതെ, കില പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ ഇതിനകത്ത് പങ്കെടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ എന്ത് പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഒരു ചോദ്യം ഇവിടെ അവസാനം അവശേഷിക്കുകയാണ്. അതായത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ എന്താ ഈ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ ലക്ഷ്യം? ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് പറയുന്നതാണ് ഒരു ഭരണകൂടത്തിന്റെ നിയമ സംവിധാനങ്ങളും എല്ലാം ഉണ്ടാക്കേണ്ട, പ്രധാനപ്പെട്ട തീരുമാനങ്ങളും ഒക്കെ എടുക്കേണ്ട ഒരു ബോഡിയാണ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. അവിടെ പ്രതിപക്ഷത്തെ ഇരുട്ടത്ത് നിർത്തിക്കൊണ്ടാണ് ഈ തീരുമാനങ്ങളൊക്കെ ഇവരെടുത്തത്. അപ്പൊ തന്നെ ഇവർക്ക് മറച്ചു വെക്കാൻ ഒത്തിരി ഉണ്ടെന്നുള്ളത് തെളിവല്ലേ? പിന്നെ ബൽദേവ് പറഞ്ഞതിനോട്, അതായത് ബൽദേവിന്റെ നല്ല മനസ്സിന് നന്ദിയുണ്ട്. പക്ഷേ ഈ പറയപ്പെട്ട സർവേയിലൊന്നും ആദിവാസി ഊരുകളിൽ എത്തിയിട്ടില്ല. അതായത് പിന്നെ 1.7% മറ്റാണ് നമ്മുടെ, അതായത് 2% ആദിവാസികളുടെ പോപ്പുലേഷൻ. 2011 പോപ്പുലേഷൻ സെൻസസിൽ അത് 1.1 ആയിരുന്നു. ഇപ്പൊ അത് കുറഞ്ഞോ കൂടിയോ എന്നുള്ളത് ഇനി സെൻസസ് നടത്തിയാലേ നമുക്കറിയാൻ പറ്റൂ. അപ്പൊ ആ 1.1 പോപ്പുലേഷനില് വയനാട് ജില്ലയിലാണ് ഞാൻ പറഞ്ഞല്ലോ 42% ആദിവാസികളുമുള്ളത്. അവിടെ നിന്ന് വരുന്ന പ്രഗത്ഭനായ ഒരു ആദിവാസി യുവാവ് തന്നെയാണ് പറഞ്ഞത്, ഇന്നലെ ചർച്ചകളിൽ പറഞ്ഞത്. പിന്നെ ഞാൻ നേരിട്ട് കണ്ടത് അവിടുത്തെ ആദിവാസി ഊരുകളിലൊന്നും, അതായത് എന്റെ കുടുംബ വീടിനോട് അടുത്ത് തന്നെ ഒരു വലിയ ആദിവാസി ഊരുണ്ട്, അവിടെ ഒന്നും ഇത്തരം സർവേക്ക് ചെന്നിട്ടില്ല. അങ്ങനെ ചെന്നിട്ടില്ല എന്ന് ഞാൻ എന്റെ വീടിനടുത്തുള്ളത് നോക്കണ്ട. അവര് ഈ പറയപ്പെട്ട മണികണ്ഠൻ എന്ന് പറയുന്ന ആദിവാസി ജെന്റിൽമാൻ വളരെ ലേണഡ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി വളരെ കൃത്യതയോടെ സംസാരിക്കുന്ന ഒരാളാണ്. അദ്ദേഹമാണ് ഇന്നലെ പറഞ്ഞത് ആദിവാസി ഊരുകളിൽ ഒന്നും ചെന്നില്ല. ഇനി അദ്ദേഹം പറഞ്ഞതും എടുക്കണ്ട. ഗീതാനന്ദൻ, ഈ ഗോത്ര മഹാസഭയുടെ തലപ്പത്തിരിക്കുന്നയാള്, അദ്ദേഹവും അത് തന്നെ ആവർത്തിക്കുന്നു. അവിടെ അടിയ, പണിയ, അങ്ങനെയുള്ള ചില കാട്ടുനായ്ക്കർ, അങ്ങനെയുള്ള ചില ആദിവാസി സമൂഹങ്ങളുണ്ട്. അവരാണ് ഏറ്റവും സാമ്പത്തികമായി. പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അത് എനിക്ക് മോഹനകുമാർ താങ്കളും സമ്മതിച്ചു കഴിഞ്ഞു. ആദിവാസി ജനവിഭാഗങ്ങൾ അതിൽ 6400 കുടുംബങ്ങളെ മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഇനിയും അവശേഷിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങളത് കാണാതെ പോയി? ഇപ്പോൾ ഈ സാമ്പത്തിക വിദഗ്ധർ ഒരു കത്ത് തന്നെ കൊടുത്തിരുന്നു സർക്കാരിന്.
അതിൽ പറഞ്ഞിരുന്ന ഒരു കാര്യം കൂടിയായിരുന്നു ഇത്. ആദിവാസി ജനവിഭാഗങ്ങളുടെ എണ്ണവും പറഞ്ഞിട്ട് 6400 കുടുംബങ്ങൾ മാത്രം ഇതിലെങ്ങനെ ഉൾപ്പെട്ടു, ബാക്കിയുള്ളവരുടെ കാര്യം എന്തായി എന്ന്. അത് പക്ഷേ പരിഹാസ രൂപേണയാണ് ഇന്നലെ എം പി രാജേഷ് മറുപടി നൽകിയത്. നിങ്ങൾ ഈ കഴിഞ്ഞ 4 വർഷമായിട്ട് ഇവിടെ നടന്ന പ്രവർത്തനമൊന്നും കണ്ടില്ലേ, നേരത്തെ എന്താണ് പറയാത്തതെന്നൊക്കെ. പക്ഷേ ഇപ്പോൾ വ്യക്തമായിട്ടുണ്ടല്ലോ, ആ കുടുംബങ്ങൾ ഒഴിവാക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 0 എന്നുള്ളതല്ല, അതിൽ ലക്ഷക്കണക്കിന് അവശേഷിക്കുകയാണ്. ഹലോ, എന്നോടാണോ അതെ ചോദ്യം? അതെ അതെ. നോക്കൂ, ഇവിടെ വളരെ വ്യക്തമാക്കിയിട്ട് ഇന്നലെ ഞാനും അത് ആ വാർത്ത കണ്ടു. അതായത് 2011-12 ശേഷം ഇന്ത്യയിലെ സാമ്പ്രദായിക രീതിയിൽ ദാരിദ്ര്യക്ക് താഴെ ഉള്ളവരെ കണക്കാക്കുന്നതിന് വേണ്ടിയുള്ള സർവേ നടത്താത്തതിലോ നടത്തിയ റിപ്പോർട്ട് പുറത്തുവിടാത്തതിലോ നമ്മുടെ ബഹുമാനപ്പെട്ട മേരി ജോൺ ഉൾപ്പെടെയുള്ളവർക്ക്, സാമ്പത്തിക വിദഗ്ധർക്ക് ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. അതിനെപ്പറ്റി ഒരു പ്രശ്നമില്ല. 2015-16 മുതൽ 2021-22 വരെ ഉള്ള കാലഘട്ടത്തിൽ നിതി ആയോഗ് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ ഉപയോഗിച്ചുകൊണ്ട് മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് കണക്കാക്കിയപ്പോൾ യുണൈറ്റഡ് നേഷൻസ് ഉണ്ടാക്കിയ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സിലേക്കാൾ 2 ഘടകങ്ങൾ കൂടുതൽ ചേർത്തു. അതിൽ ഒരു ഘടകം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലാണ്. നിങ്ങളുടെ വീട്ടിൽ ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലാണ്. നിങ്ങളുടെ വീട്ടിൽ 10 വയസ്സിന് മുകളിലുള്ള ആരെങ്കിലും സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലാണ്. ഇത്തരത്തിലുള്ള മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് 29% ഇന്ത്യയിലെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരെ 11% മാറ്റിയെടുത്തത്. ആ ചർച്ചയിലേക്കല്ല നമ്മളിപ്പോൾ പോകേണ്ടത്. ഇപ്പൊ നമ്മൾ പോകേണ്ടത്, ഇവിടെ ഈ ആദിവാസി വിഭാഗവും പട്ടികജാതി വിഭാഗക്കാരും അവരുടെ ജനസംഖ്യയിലെ പ്രപ്പോർഷനേക്കാൾ കൂടുതൽ ഈ 64,006 കുടുംബങ്ങളെന്ന് 2021 കണ്ടെത്തിയതാണിത്. ആ 21 കണ്ടെത്തിയിൽ വന്നിട്ടുണ്ട്, പട്ടികജാതി വിഭാഗക്കാരുടെ ജനസംഖ്യയിലെ അനുപാതം 9.6%. എന്നാൽ 64,000 കുടുംബങ്ങളിൽ 20% കുടുംബങ്ങളും പട്ടികജാതി വിഭാഗക്കാരാണ്. ഇതാണ് ഇതിന്റെ പ്രസക്തി. അവരുടെ ജനസംഖ്യയുടെ ഇരട്ടി സമൂഹത്തിൽ കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന 20% ഇല്ല, വെറും 5%. വെറും 5%. മേഡം, ഏത് സ്റ്റാറ്റസ് ആണ് നോക്കുന്നത്? ആദിവാസികളിൽ 5% മാത്രമാണ് ആ പട്ടികയിൽ വന്നിട്ടുള്ളത്. ആദിവാസികളിൽ 4% വന്നിട്ടുള്ളൂ. ആദിവാസികളുടെ ജനസംഖ്യയിൽ ആദിവാസികളുടെ അനുപാതം 1.4 ആണ്. അവരുടെ ശരി, കണക്കുകൾ കൊണ്ട് ഞങ്ങളെ കുഴപ്പിക്കല്ലേ ശ്രീ ഉല്ലാസ് ബാബു. പക്ഷെ ഇവിടെ അദ്ദേഹം പറഞ്ഞതിൽ ഒരു കാര്യം ഈ കേന്ദ്രത്തിന്റെ തലയിലേക്ക് കെട്ടിവെക്കുന്നു കേട്ടോ. മോഹൻകുമാർ പറഞ്ഞത് കേന്ദ്രം കൃത്യമായ കണക്കുകൾ പുറത്തുവിടുന്നില്ല എന്നാണ്. അല്ല, മോഹൻകുമാറിനെ സംബന്ധിച്ചിടത്തോളം ഈ ഉത്തരവാദിത്തത്തോടു കൂടിയിട്ട് അദ്ദേഹം ഇരിക്കുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മേരി മേഡം പറയണ്ടേ? പറഞ്ഞോളൂ. ഇല്ല, പറഞ്ഞോളൂ ഉല്ലാസ്, പറഞ്ഞോളൂ. ഇല്ല, താങ്കൾ പറഞ്ഞോളൂ. താങ്കൾ പറഞ്ഞത് ശരിയാന്ന് ഞാൻ പറഞ്ഞു. മോഹൻകുമാർ സാറിനെ സംബന്ധിച്ചിടത്തോളം എം പി രാജേഷ് ഇന്നലെ നടത്തിയിട്ടുള്ള തട്ടിപ്പ് കണക്കുകളെ, തട്ടിപ്പ് പത്രപ്രവർത്തനത്തിന് പരിപൂർണമായി അംഗീകരിക്കണം, അതിനെ ഒന്ന് ന്യായീകരിക്കണം. അതാണ് ശരിയെന്ന് പറയണം. അല്ല സാർ, അതല്ല ശരി. കർഷക ആത്മഹത്യകൾ ഇവിടെ നടന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇന്നും ആദിവാസി ഊരുകളിൽ കൃത്യമായിട്ട് ഒന്ന് പ്രസവിക്കണമെന്നുണ്ടെങ്കിൽ മുളയിൽ കെട്ടിക്കൊണ്ടുപോകുന്ന അവസ്ഥ ഈ കേരളത്തിലുണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ്. ഉത്തരേന്ത്യയിൽ അങ്ങനെ നടക്കുന്ന സമയത്ത് അവിടേക്ക് ഇങ്ങനെ വാ നിരീക്ഷണം നോക്കിയിരിക്കുന്ന നിങ്ങളുടെ സർക്കാരിന്റെ ആളുകൾ എന്തുകൊണ്ട് കേരളത്തിൽ ആദിവാസി സമൂഹത്തിന്റെ പ്രതിസന്ധിയിൽ നിന്ന് കൈപ്പിടിച്ചുയർത്താനുള്ള പ്രവർത്തനങ്ങൾ ഒന്നൊന്നായി ചെയ്യുന്നില്ല? നിങ്ങൾ ഒന്നും ചെയ്യാതെ നിങ്ങൾ ഇങ്ങനെ പ്രഖ്യാപനം നടത്തിയിട്ടില്ല. പ്രഖ്യാപനം കാര്യമില്ല സാർ. പ്രഖ്യാപനം കൊണ്ട് ദാരിദ്ര്യം തീരില്ല. നിങ്ങളുടെ പ്രഖ്യാപനത്തിന്റെ ശൈലി, നിങ്ങൾ UN കോട്ട് ചെയ്യുന്ന സമയത്ത് UN പറഞ്ഞ കാര്യമുണ്ട് സാർ. $3 പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസത്തിന്റെ. നിങ്ങളുടെ ആളുകളുടെ കണക്ക് വെച്ച്, അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ദാരിദ്ര്യത്തിന്റെ കണക്ക് വെച്ച് $3 മുട്ടോ? അപ്പൊ നിങ്ങളൊരാളുണ്ടല്ലോ തൃശ്ശൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ജപ്പാനിലെ റോഡാണോ യൂറോപ്പിലെ റോഡാണോ എന്ന് എനിക്ക് തോന്നി സാർ എന്ന് നിങ്ങളുടെ ഒരു മുഖ്യമന്ത്രി അവിടെ പ്രഖ്യാപിച്ചില്ല കേരളത്തിലെ നിയമസഭയിൽ. ആ പ്രഖ്യാപിച്ച വ്യക്തിയോട് ചോദിക്കാനുള്ളത്, വികസനത്തിന് നിങ്ങൾക്ക് യൂറോപ്യൻ സ്റ്റൈൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യത്തിൽ നിങ്ങൾക്ക് ആഫ്രിക്കൻ സ്റ്റൈൽ മതിയല്ലേ? അപ്പൊ ഇരട്ടത്താപ്പ് എന്ന് പറയപ്പെടുന്നത്, രാഷ്ട്രീയ തട്ടിപ്പ് എന്ന് പറയപ്പെടുന്നത് നെറുകിലങ്ങോട്ട് ചോടുക, എന്നിട്ട് ജനങ്ങളെ അങ്ങോട്ട് പറ്റിച്ചതിന്റെ പേരിൽ അങ്ങ് ടാഗ് ലൈൻ ഉണ്ടാക്കുക. ഇപ്പോൾ പുതിയത് സാധനം വന്നിട്ട് എന്താണ്? എല്ലാറ്റിനും വഴിയുണ്ട്. എല്ലാറ്റിനും വഴിയുണ്ടെന്നേ. നല്ല വിഷം മേടിക്കേണ്ട ഗതികേട്, നല്ല കയറ് വെച്ച് തൂങ്ങിച്ചാവേണ്ട ഗതികേട് പാവപ്പെട്ടവരെ, കർഷകരെ. പക്ഷെ കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധി എന്ന രീതിയിൽ ഞാനിത് പറയാൻ പരിപൂർണമായിട്ട് എനിക്ക് യോഗ്യത എന്താണെന്ന് അറിയാമോ? അന്നമില്ലാത്തവൻ അന്നം
ഞങ്ങൾ തൊഴിലില്ലാത്തവരെ തൊഴിൽ കൊടുക്കുന്നുണ്ട്, തൊഴിലുറപ്പിലൂടെ നിങ്ങൾ സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വെളിച്ചം, ദീനദയാൽ ഗ്രാമീൺ ജ്യോതി യോജന, അതേപോലെ തന്നെ ഉജ്ജ്വല ഗ്യാസുമായി ബന്ധപ്പെട്ട്, കുട്ടികളുമായി ബന്ധപ്പെട്ട പദ്ധതികൾ, മുദ്രാ ബാങ്ക് പാവപ്പെട്ടവനൊരു തൊഴിൽ തുടങ്ങണമെങ്കിൽ കൃത്യമായി ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കാർഷികവുമായി ബന്ധപ്പെട്ട് ഫസൽ ഭീമ യോജന ആയിക്കോട്ടെ, കിസാൻ സമ്മാൻ നിധി ആയിക്കോട്ടെ, മരുന്നുമായി ബന്ധപ്പെട്ട് ജനൌഷധി ആയിക്കോട്ടെ, അതേപോലെ തന്നെ ആയുഷ്മാൻ ഭാരത് ആയിക്കോട്ടെ, കിസാൻ ഏത് പദ്ധതികളാണെങ്കിലും നിങ്ങളുടെ സംസ്ഥാനങ്ങളെ കൃത്യമായി കെട്ടിപ്പിടിച്ച് കൈപിടിച്ച് മുകളിലേക്ക് ഉയർത്താൻ നോക്കുന്ന പദ്ധതികൾ നിങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അത് ഞങ്ങൾ തീർത്തതാണ് എന്ന് വരുത്തി തീർക്കാനുള്ള പേരിടൽ ചടങ്ങുണ്ടല്ലോ നിങ്ങളുടെ. എന്ത് വന്നാൽ അതിന്റെ പേരിടൽ ചടങ്ങ്, ആ പേരിടൽ ചടങ്ങിലല്ല രാഷ്ട്രീയം വേണ്ടത്, അതിനല്ല സർക്കാരിന്റെ ഉത്തരവാദിത്വം വേണ്ടത്. സർക്കാർ 9.5 വർഷം കൊണ്ട് കേരളത്തിൽ നടപ്പാക്കിയിട്ടുള്ള പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ പ്രാപ്തിയാക്കി കൊണ്ടുവന്ന ആളുകളുടെ ലിസ്റ്റ് നിങ്ങൾ പുറത്തോട് ചങ്കൂറ്റമുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്ത തൊഴിലവസരങ്ങൾ എവിടെ? നിങ്ങൾ പറ. ശരി, ഞാൻ നിർത്തുകയാണ് ശ്രീ ഉല്ലാസ് ബാബു. എന്തായാലും 64,000 കുടുംബങ്ങൾ എന്നുള്ള പട്ടിക അത് വസ്തുതകളുടെ പിൻബലത്തിലാണോ എന്നുള്ള ചോദ്യം അവശേഷിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ശരി, നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം തട്ടിപ്പോ? അതേ എന്ന് 88% പ്രേക്ഷകർ, അല്ല എന്ന് 10% മാത്രം. രണ്ടുപേരും അവസാനിക്കുകയാണ്. നന്ദി.